സോ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ആദ്യം പഠിച്ച ടോപ്പിക് എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ആണ്. ഓക്കെ, അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 രണ്ട് പാർട്ട് ഉണ്ട്. പാർട്ട് നമ്പർ 1, ഓക്കെ, ഇവിടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കീ ഹൈലൈറ്റ്സ് covers elementary education to colleges in both rural and urban India, equivalent opportunity for all including women, ST and SC communities to study. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതിന്റെ ക്ലീ ഹൈലൈറ്റ്സും അത് എഡ്യൂക്കേഷൻ ഒക്കെ സ്കൂൾ എലമെന്ററി ലെവൽ തൊട്ട് കോളേജ് ലെവൽ വരെ എങ്ങനെ ചെയ്യുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ PYQസും കേരള PSC കേരള PSC വന്നിട്ടുള്ളത് മാത്രമല്ല, എവിടെയൊക്കെ എന്തൊക്കെ PYQ കിട്ടാൻ സാധ്യതയുണ്ടോ അത് മുഴുവൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ്. ഇന്ന് അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒന്ന്, റൂറൽ അർബൻ ഇന്ത്യ ഡിഫറൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 എന്തൊക്കെയാണ് ചെയ്തത്. ഓക്കെ, അതുപോലെ വുമന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 എന്താണ് ചെയ്തത്, എസ് ടിക്കും ഡെവലപ്മെന്റിന് വേണ്ടി എന്താണ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ. ഓക്കെ, അപ്പൊ എന്റെ പേര് കിരൺ. നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡൺ. അപ്പൊ അവിടെ ടെലഗ്രാം ചാനലും യൂട്യൂബ് ചാനലും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അത് ഞാൻ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഏറ്റവും ലാസ്റ്റ് ആണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക. കാരണം ഫസ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ക്ലാസ് ആണ്, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ലാസ്റ്റ് സമാധാനത്തിൽ പറയാം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ഇതിന്റെ കുറച്ച് ജനറൽ പോയിന്റ്സ്, ജനറൽ റൂൾസ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇത് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ സെക്കൻഡ് ക്ലാസ് ആണ്. ആദ്യത്തെ ക്ലാസ് നന്നായി കണ്ടതിന് ശേഷം വേണം ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട്, എന്നാലാണ് ഈ ക്ലാസ് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. അപ്പൊ നമുക്ക് എല്ലാ ക്ലാസ്സും നമ്മൾ പറയുന്നതാണ്. സോ എല്ലാ ക്ലാസ്സിലും പറഞ്ഞാൽ 2 ക്ലാസ്സുകളായിട്ടുള്ളൂ. ഇനി എല്ലാ ക്ലാസ്സും പറയുന്ന കാര്യം തന്നെ ആയിരിക്കും. അതായത് നമുക്ക് എന്താണ് ആക്ച്വലി ഇതൊരു വലിയ സ്റ്റോറിയാണ്. ഇത് രണ്ട് ഭാഗമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് കമ്മീഷൻ, ഒന്ന് നമ്മൾ എന്ത് വിളിക്കുക ആക്ച്വലി, എന്താ പറയാ, ആക്സ്. ഇതെല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാൽ ആകെ ഒരു വലിയ സ്റ്റോറിയാണ്. ആ സ്റ്റോറി കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, കണ്ടിന്യൂസ് ആയിട്ട് ആ സ്റ്റോറി പഠിക്കുന്ന പോലെ പഠിച്ചു പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്ലാസ് നന്നായി കണ്ടാൽ ഈ ക്ലാസ് നല്ല രീതിയിൽ മനസ്സിലാവുന്നതായിരിക്കും. നമ്മുടെ ഇതേ യൂട്യൂബ് ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റേ ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നോട്ട്സ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും ഉണ്ട് മലയാളത്തിലും ഉണ്ട്. സോ റിലാക്സ് ആയിരിക്കുക, കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മുടെ സോഴ്സ്, നമ്മൾ എവിടെ നിന്നാണ് ഇത് എടുത്തിരിക്കുന്നത്, തീർച്ചയായും നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 ഗവൺമെന്റ് ഡോക്യുമെന്റ് ഉണ്ട്. അത് തന്നെയാണ് അതിന്റെ സോഴ്സ്. അത് തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻസും വരാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഒന്ന് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചോദിക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇഗ്നോ ബുക്സ് റെഫർ ചെയ്തിട്ടുണ്ട്. കേരള PSC POയ്ക്ക് മാത്രമല്ല, SSC, UPSC, CTET, ടെറ്റ്, UGC, നെറ്റ് എന്നീ പറയുന്ന എല്ലാ ടീച്ചർ ട്രെയിനിങ് എക്സാംസും, അതേപോലെ SSCക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്, UPSCക്ക് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ അല്ലേ? അങ്ങനെ എല്ലാം ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്വസ്റ്റ്യൻസ് ആണ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. എന്തിനാ സാറേ ഇത്രയും ഡീറ്റെയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്? ലാസ്റ്റ് എക്സാം 2023 നടന്നു. ഇപ്പൊ എല്ലാ ഇയറും PSC എക്സാംസ് വളരെ ഡിഫിക്കൽട്ട് ആയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മളും അതിനനുസരിച്ച് എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. എക്സാമുകളിൽ പോയിട്ട് അയ്യോ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് എല്ലാവരും അയ്യോ ഇത് എവിടെന്നാ ക്വസ്റ്റ്യൻ വന്നു, എങ്ങനെ വന്നു, എങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ നോക്കുന്നതിന് ബെറ്റർ നേരത്തെ പഠിച്ചു പോയിട്ട് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാണ്. അത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ അല്ലേ? ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിന് 3 പാർട്ട് ഉണ്ട്. പാർട്ട് നമ്പർ 2, ഒന്ന് റൂറൽ ആൻഡ് അർബൻ ഇന്ത്യ. പാർട്ട് നമ്പർ 2 വുമൺ എഡ്യൂക്കേഷൻ. പാർട്ട് നമ്പർ 3 SC ST എഡ്യൂക്കേഷൻ. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ റൂറൽ അർബൻ ഡിവൈഡ് അങ്ങനെയല്ല, ഇന്ത്യയിലെ വുമൺ എഡ്യൂക്കേഷൻ അങ്ങനെയല്ല, ഇന്ത്യയിലെ ST ST എഡ്യൂക്കേഷൻ. ശരി, ഞങ്ങളും പറഞ്ഞു അങ്ങനല്ല. അതായത് 1968 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുസരിച്ച് ഈ 3 കാര്യങ്ങളിൽ അവരെന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ വേണ്ടി പോകുന്നത്. അത്രയും കാര്യം ഓക്കെ അല്ലേ? അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ആദ്യത്തെ പാർട്ടിലേക്ക് നമുക്ക് കടക്കാം.
അർബൻ ആൻഡ് റൂറൽ ഇന്ത്യ എന്നതാണ് ആദ്യത്തെ പാർട്ടായിട്ട് നമുക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഉണ്ട്. ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഉണ്ടാക്കിയിരിക്കുന്നത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിനെ സംബന്ധിച്ചാണ്. സോ അതൊക്കെ പറഞ്ഞാണല്ലോ, ഒന്ന് കേക്ക്. ഓക്കെ, അപ്പോ 1968 നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പൊ കോത്താരി കമ്മീഷൻ അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അപ്പൊ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കൂടിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ കോത്താരി കമ്മീഷൻ പഠിക്കുമ്പോൾ എന്തായിരിക്കും, വളരെ എളുപ്പമായിരിക്കും. അത്രയും കാര്യം ഓക്കെ അല്ലേ? അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ കോത്താരി കമ്മീഷനിൽ അദ്ദേഹം അർബൻ റൂറൽ ഇന്ത്യ ഡിവൈഡിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് എഴുതിയതിനു ശേഷം അതെങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നു. എന്താണ് അദ്ദേഹം ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് മുമ്പ് എന്താണ് ഈ അർബൻ റൂറൽ ഇന്ത്യ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ നിങ്ങളിവിടെ നോക്കിക്കേ, നമുക്ക് 1968 ഒന്നല്ല, 2026 എടുക്കാം. അർബൻ എന്ന് വെച്ചാൽ വളരെ സിറ്റീസിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, റൂറൽ എന്ന് വെച്ചാൽ വില്ലേജുകളിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്. ഇവിടെ ഈ ചിത്രത്തിൽ തന്നെ നിങ്ങൾക്കൊരു ഡിവിഷൻ അവിടെ കാണുന്നില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്ന കാര്യം, സർ കുട്ടികൾ എവിടെ ആയാലും പഠിക്കും, ഏത് സ്കൂളിലായാലും പഠിക്കും. ഓക്കെ, കറക്റ്റ് തന്നെയാണ്. കുട്ടികൾ എവിടെ ആയാലും എന്ത് ചെയ്യുന്നതായിരിക്കും, പഠിക്കും. അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്റെ ചോദ്യം, ഓക്കെ, നിങ്ങളിൽ എത്ര പേര് എന്താ പറയാ, മാത്സ് ഒളിമ്പ്യാഡ്, സയൻസ് ഒളിമ്പ്യാഡ്, അതിൽ കെമിസ്ട്രി, ഫിസിക്സ് ഒളിമ്പ്യാഡ് എന്നൊക്കെ പറഞ്ഞ് ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോകാനൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ട്? സർ അതൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന കാര്യമല്ല. അങ്ങനെയല്ല മക്കളെ. ഓക്കെ, നിങ്ങളെ കൊണ്ട് തീർച്ചയായും കൂട്ടിയാൽ കൂടുന്ന കാര്യം തന്നെയായിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് കൃത്യമായ ഇൻഫർമേഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ പാരന്റ്സിന് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയുന്നുണ്ടാവില്ല. ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് നാസയിൽ പോകുന്നു, അതേപോലെ ഇസ്രോയിൽ പോകുന്നു, അവിടെ പോയിട്ട് റോക്കറ്റിനെ കുറിച്ച് ഇത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നു, UN പോയിട്ട് എന്ത് ചെയ്യുന്നു, ആക്ച്വലി എസ്സേസ് അവതരിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ? ഓക്കെ, ഇതില് നിങ്ങൾ 99% എടുത്തു കഴിഞ്ഞാലും അവര് സാധാരണഗതിയിൽ എന്തായിരിക്കില്ല, ആക്ച്വലി ഒരു വില്ലേജ് എന്നുള്ള ആളുകൾ, വില്ലേജ് എന്നുള്ള സ്റ്റുഡൻസ് വളരെ കുറവായിരിക്കും. അവരില്ലേ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അവരുടെ ശതമാനം എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം, അത് വില്ലേജിലുള്ള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ സാധാരണ കുട്ടികൾക്ക് ബുദ്ധി കുറവായത് കൊണ്ടാണോ അർബൻ ഏരിയയിൽ കമ്പയർ ചെയ്യുന്ന കുട്ടികളെക്കാളും? തീർച്ചയായിട്ടും അല്ല. ഈ കുട്ടികൾക്ക് ഓപ്പർച്യൂണിറ്റിയെ കുറിച്ച് നേരത്തെ അറിയാം. ഓക്കെ, ഈ കുട്ടികൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കും ഇന്ന കാര്യങ്ങൾ ഉണ്ട്. ഈ കുട്ടികളുടെ കഴിവുകൾ, ഇതിൽ ആർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആ സ്കൂളുകൾ സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഒരു ഇങ്ങനെ എന്തെങ്കിലും പ്രബന്ധം അവതരിപ്പിക്കാനോ എസ്സേ അവതരിപ്പിക്കാനോ ഒക്കെ വേണമെങ്കിൽ ആദ്യം അവരെല്ലാവരും വരിക ഇങ്ങനെയുള്ള എലൈറ്റ് ആയിട്ടുള്ള സ്കൂളുകളായിരിക്കും. സോ അർബൻ എഡ്യൂക്കേഷനും റൂറൽ എഡ്യൂക്കേഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിവിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടുന്നത് എപ്പോഴും എന്തായിരിക്കും, ഈ ഹൈ ക്ലാസ് അല്ലെങ്കിൽ ഇലൈറ്റ് ആയിട്ടുള്ള അർബൻ എഡ്യൂക്കേഷനിലായിരിക്കും കിട്ടുക. അതൊരു സത്യം തന്നെയാണ്. ഓക്കെ, അതിലെന്തില്ല, വലിയ മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വേണ്ട ഓപ്പർച്യൂണിറ്റിയാണ്. അത് അവിടെ കിട്ടുന്ന മനസ്സിലായില്ലേ? അപ്പൊ ഒരു ഡിവിഷൻ ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഓക്കെ ഉറപ്പാണല്ലോ. എങ്കിൽ ഈ ഡിവിഷന് ഈ 2026 ഇങ്ങനെ ഡിവിഷൻ ഉണ്ടെങ്കിൽ 1968 ഇത് ഗംഭീരമായ ഒരു ഡിവിഷൻ ഉണ്ടാക്കി തന്നെ ആയിരിക്കും. കറക്റ്റ് അല്ലേ? ആ ഡിവിഷൻ നമുക്ക് എങ്ങനെ മാറ്റാം എന്നതിനെ കുറിച്ച് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് കൂലങ്കഷമായി ആലോചിച്ചു. ഒരു റൂമിൽ ഇരുന്ന് എന്ത് ചെയ്തു, ഫുൾ ടൈം ആലോചിച്ചു. അങ്ങനെ ആലോചിച്ചതിന് ശേഷം അവർ പറഞ്ഞു നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, XYZ ABC എന്നൊക്കെ പറഞ്ഞു പോയിന്റ്സ് പറഞ്ഞു. ആ പോയിന്റ്സ് എല്ലാം കൂടി ചേർത്തതിന് ശേഷം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു, യെസ്, റൂറൽ അർബൻ ഡിവൈഡ് ഉണ്ട്. ഓക്കെ അല്ലെ? അവിടെ ഗ്യാപ്പ് ഉണ്ട്. വില്ലേജിലെ കുട്ടികളെ പോലെയല്ല അർബണിനുള്ള ഇലീറ്റ് ആയിട്ടുള്ള കുട്ടികൾ. എങ്കിൽ നമ്മൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ഓക്കെ, റൂറൽ ഇന്ത്യ അർബൺ ഇന്ത്യ എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും പഠിക്കുന്നത് ഒന്ന് തന്നെ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മുതൽ 10 വരെ അല്ലെങ്കിൽ +1 +2 വരെ നമ്മൾ സാധാരണഗതിയിൽ NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയും. സർ ICIC ഉണ്ട്, CBSE എല്ലാ സാധനവും ഉണ്ട്, സമ്മതിച്ചു. ഓക്കെ അല്ലേ? പിന്നെന്താ, വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, ക്ലിയർ അല്ലേ? നമ്മൾ സാധാരണ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയാം. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ NCERT ടെക്സ്റ്റ് ബുക്ക് CBSE സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നില്ലേ, ആ NCERT ടെക്സ്റ്റ് ബുക്ക് ഇന്ത്യയിൽ എല്ലായിടത്തും കോമൺ ആയിരിക്കും. ഓക്കെ, ഞാൻ SCERT പറഞ്ഞിട്ടില്ല. SCERT ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയതുകൊണ്ട് നമ്മൾ ഇപ്പൊ കേരളത്തിൽ പഠിപ്പിക്കുന്ന SCERT ബുക്സ് ആയിരിക്കില്ല തമിഴ്നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ടാവുക. കോമൺ ഉണ്ടാവും, പക്ഷെ ഒരുപാട് ഡിഫറെന്റ് ഉണ്ടാവും. നമ്മൾ ഇന്ത്യയെ മുഴുവൻ ഒരുമിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാക്കുന്നു. അതിൽ സിലബസ് എന്തായിരിക്കും, സ്റ്റാൻഡർഡൈസ് ആയിരിക്കും. അപ്പൊ എല്ലാവരും പഠിക്കുക ഒരേ കാര്യമായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ടൗണിൽ ഇരിക്കുന്നു, സിറ്റിയിൽ ഇരിക്കുന്നു, വില്ലേജിൽ ഇരിക്കുന്നു, നിങ്ങളുടെ സിലബസ് സെയിം ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം, വില്ലേജിലുള്ള കുട്ടികളുടെ അടുത്ത് പോയിട്ട് ആദ്യം തന്നെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും.
ഓക്കെ, വർഷം 1968 കൂടിയാണ്. അവർ വളരെ പാവപ്പെട്ടവരായിരിക്കും, ഒരു ഡെയിലി വേജിന് വേണ്ടിയിട്ട് എന്താ പ്രവർത്തിക്കുന്നവരായിരിക്കും. അവരെ സ്കൂളിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ വലിയ ഗംഭീരമായ പരിപാടിയായിരിക്കും. അവരുടെ അടുത്ത് പോയിട്ട് ആദ്യം ഇംഗ്ലീഷ് പഠിക്കുക, എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ എന്ന് പറഞ്ഞാൽ പ്രശ്നമാവും. അതുകൊണ്ട് സെക്കൻഡ് തിങ്, പഠിപ്പിക്കേണ്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? റീജിയണൽ ലാംഗ്വേജ് ആയിരിക്കണം. കേരളത്തിലാണോ? മലയാളത്തിൽ പഠിപ്പിക്കൂ. ഓക്കെ, നമ്മുടെ തമിഴ്നാട്ടിലാണോ? തമിഴിൽ പഠിപ്പിക്കൂ. തെലുഗുലാണോ? തെലുഗുവിൽ പഠിപ്പിക്കൂ. ആന്ധ്രയിലാണോ? തെലുഗുവിൽ പഠിപ്പിക്കൂ. അങ്ങനെ റെഡിയാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് പതുക്കെ അവരെ എന്ത് ചെയ്യാം? ഈ അർബൻ ലെവലിലേക്ക് കോമ്പീറ്റ് ചെയ്യുന്ന പോലെ ആക്കാം. അപ്പൊ എന്താണ് ഒറ്റ വരിയിൽ പറഞ്ഞുള്ള സിറ്റുവേഷൻ? ഇത് രണ്ട് ഡിവൈഡ് ഉണ്ട്. ഓക്കെ, അർബൻ സ്റ്റുഡൻസ് കുറച്ച് ലെവൽ കൂടുതൽ തന്നെയാണ്, റൂറൽ സ്റ്റുഡൻസ് കുറച്ച് ലെവൽ കുറവ് തന്നെയാണ്. ആദ്യം ഈ കാര്യം നമ്മൾ അംഗീകരിച്ചു. എന്നിട്ട് ഈ അർബൻ റൂറൽ ഗ്യാപ്പിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യമൊക്കെ ആയ ഡണ്ണല്ലേ? ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് പരിപാടി. അപ്പോ 1968 മുമ്പ് എങ്ങനെയായിരുന്നു റൂറൽ അർബൻ ഡിവൈഡ് ഉണ്ടായിരുന്നത്? ഓക്കെ, അത് വളരെ ഫ്രാഗ്മെന്റഡ് ആയിരുന്നു, ഡീപ്ലി അൺഈക്വൽ ആയിരുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ എല്ലാ ഫെസിലിറ്റിയും കിട്ടാൻ പോകുന്നത് അർബണിൽ ഇരിക്കുന്ന ആളുകൾക്കായിരിക്കും. റൂറലിലിരിക്കുന്ന വില്ലേജിലിരിക്കുന്ന ആളുകൾക്ക് ഫെസിലിറ്റി എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. 1968 മുമ്പ്. ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ 2026 വലിയ വ്യത്യാസമൊന്നും ഇല്ലാട്ടാ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ മുംബൈയിൽ ഹൈ ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുകളും അതേ ഇതില് എന്താ പറയാ, അവിടെ ചേരി ധാരാവി എന്നൊരു ചേരി ഉണ്ട്, അവിടെ ഇരിക്കുന്ന ആളുകളും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും, വലിയ കാര്യം ഉണ്ടാവും. ഓക്കെ, സോ അങ്ങനെയെങ്കിൽ ഈ കാശുള്ള ആളും കാശില്ലാത്ത ആളും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും എന്താ ഉണ്ട്. അത് നമ്മൾ എന്തൊക്കെ ചെയ്താലും പരിഹരിക്കാൻ എന്താ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എങ്കിൽ അതിനെ എങ്ങനെ പരിഹരിക്കാനാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പരിഹാരം നമ്മൾ എന്ത് ചെയ്യും? കണ്ടെത്തും. ഓക്കെ, ഡണ്ണല്ലേ? അങ്ങനെയെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്താ പറയാ ഫ്രാഗ്മെന്റഡ് ആണ് എന്ന് കോത്താരി കമ്മീഷൻ എന്ത് ചെയ്തു? ഉറപ്പിച്ചു പറഞ്ഞു, ആണയിട്ട് പറഞ്ഞു, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും പറഞ്ഞു. യെസ്, ഒരു ഡിവിഷൻ ഉണ്ട്. അർബൻ ഏരിയസ് ആണെങ്കിൽ അവർ ഹബ്ബാണ്, സ്കൂൾസിന്റെ ഹബ്ബാണ്. അവിടെ ഇഷ്ടം പോലെ ഒന്നുണ്ടാവും, സ്കൂൾസ് ഉണ്ടാവും. ഓക്കെ, അവർ വെൽ ഫണ്ടഡ് ആണ്, നന്നായിട്ട് എന്ത് ചെയ്യും? പൈസ കിട്ടുന്ന രീതിയിലുള്ളവരുണ്ടാവുക. അവിടെ പഠിക്കുന്നവർ മുഴുവൻ എന്തായിരിക്കും? അത്യാവശ്യം പൈസ ഉള്ളവരായിരിക്കും പഠിക്കുന്നുണ്ടാവുക. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും അവർ പ്രധാനമായിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ അല്ലെ? ഒന്നെങ്കിൽ അത് പ്രൈവറ്റ് സ്കൂൾ ആയിരിക്കും, അല്ലെങ്കിൽ മിഷണറി സ്കൂൾ ആയിരിക്കും. മിഷണറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഹെർമൻ ഗുണ്ടട്ട് സ്കൂൾ ഉണ്ടാക്കി പഠിക്കില്ലേ? അതേപോലെ എന്താ പിന്നെ നമ്മുടെ എന്താ പറയാ ഡച്ചുകാരല്ല, പോർച്ചുഗീസ് അടിച്ച് ഇംഗ്ലീഷുകാര് സ്കൂൾ ഉണ്ടാക്കി പഠിക്കില്ലേ? അപ്പൊ വിദേശികൾ വന്നിട്ട് ഇവിടെ മിഷണറിമാരുണ്ടായിരുന്നല്ലോ, അവരൊക്കെ സ്കൂളുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ അങ്ങനെയുള്ള ഇംഗ്ലീഷ് മീഡിയം മിഷണറി സ്കൂൾസ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പ്രൈവറ്റ് സ്കൂൾസ് ആയിരിക്കും. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രീമിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ, അതായത് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിൽ JNU, അതേപോലെ IIT, അതേപോലെ IIM, അതേപോലെ NIT എന്നീ പറയുന്ന പ്രീമിയർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിൽ, അല്ലെങ്കിൽ വിദേശത്ത് എടുക്കുകയാണെങ്കിൽ ഹവാർഡ്സ്, അല്ലെങ്കിൽ എന്താ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനും വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓക്കെ, എന്താ സാർ അങ്ങനെ? ഞങ്ങൾ സാധാരണഗതിയിൽ പഠിക്കുന്ന ആളുകൾക്കും ഇതൊക്കെ കിട്ടേണ്ടതല്ലേ? തീർച്ചയായും കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ഓപ്പർച്യൂണിറ്റീസ് ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾ ഈ കോളേജുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ഓക്കെ, IIT IIM അല്ല, ഹവാർഡ്സ്, ഓക്സ്ഫോർഡ് തുടങ്ങിയ കോളേജുകൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അവിടെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് പ്രോസസ് ഉണ്ടാവും. IIM-ലും അങ്ങനെ ഇന്റർവ്യൂ എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇന്ന സ്കൂളിലാണ് നിങ്ങൾ പഠിച്ചത്. ഓക്കെ, ഓ നിങ്ങൾ എന്താ പറയാ, എന്താണ് ലേഡി ശ്രീറാം കോളേജ് എന്നാണ്. ഓ, നിങ്ങളെന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി സെന്റ് പോൾ സ്കൂൾ എന്നാണ് എന്നൊക്കെ പറഞ്ഞ് അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള പേര് കൂടി മനസ്സിലാക്കാൻ പറ്റുന്ന സ്കൂൾ സിസ്റ്റം ഉള്ള സ്കൂൾസ് ഉണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ അവരുടെ ഒക്കെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? ഇവർക്ക് മനസ്സിലാവും ഈ കുട്ടികൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് മനസ്സിലാവും. എങ്കിൽ ഇവർക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. മനസ്സിലായോ? ഞാൻ വീണ്ടും പറയുന്നു, പഠിക്കേണ്ട കുട്ടി എവിടെ ഇരുന്നാലും പഠിക്കും. പക്ഷെ ഓപ്പർച്യൂണിറ്റീസ് കിട്ടണമെങ്കിൽ അതെന്തായിരിക്കും? അർബൺ ഏരിയയിലായിരിക്കും ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ ഉണ്ടാവുക. നിങ്ങൾ തന്നെ പറ, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ ഒരു IT ടെക്നോളജിയിൽ നമ്മൾ എന്ത് പഠിച്ചു? എന്താ പേരെന്താ? MCA, അല്ലെങ്കിൽ എന്താണ് എന്താ പറയാ, എന്താണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യുക? ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ തൊട്ടടുത്തുള്ള ചെന്നൈ, ബാംഗ്ലൂരിലോട്ടാണോ പോവുക? അതോ കേരളത്തിൽ നിന്ന് ജോലി ചെയ്യണം കൂടുതൽ ഉണ്ടാവുക? ചെന്നൈ, ബാംഗ്ലൂരിലോട്ടില്ല പോവുക. എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് കൂടുതൽ എവിടെ ആയിരിക്കും? അർബണിലായിരിക്കും. എങ്കിൽ അർബണിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഇന്റലിജൻഷ്യ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും.
എന്താണ് സാർ ഈ ഇന്റലിജൻഷ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വളരെ ബുദ്ധിയുള്ള ഒരു വിഭാഗത്തെ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം വീണ്ടും, ഞാനത് വീണ്ടും വീണ്ടും പറയാൻ കാരണം, വില്ലേജിൽ ഇരിക്കുന്നവർക്ക് ബുദ്ധിയില്ല എന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അർബൺ ഇന്റലിജൻഷ്യ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക വിഭാഗം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം വളരെ സിമ്പിൾ ആണ്. അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. അവർക്ക് എങ്ങനെ ചെയ്യണമെന്ന് നേരത്തെ കുട്ടിയെ അറിയാം. അതിനനുസരിച്ച് നേരത്തെ കുട്ടി എന്ത് ചെയ്യും? പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും. എങ്കിൽ ഇത്രയും ഗംഭീരമായിട്ടുള്ള അർബൺ ഏരിയയെ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് നോക്കേണ്ടത് എവിടെയാണ്? റൂറൽ ഏരിയയിലാണ്. അവിടത്തെ കുട്ടികൾ ഇംഗ്ലീഷിൽ കാര്യങ്ങൾ പറയുമ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി? ഇലിറ്ററസിയാണ്. എഴുതാനും വായിക്കാനും തന്നെ പ്രശ്നമാണ്. സ്കൂൾസ് അർബൺ ഏരിയസിൽ മുക്കിന് സ്കൂൾസ് ഉണ്ടാകുമ്പോൾ റൂറൽ ഏരിയസിൽ, വില്ലേജസിൽ എന്ത് കാണുന്നില്ല? സ്കൂൾസ് കാണുന്നില്ല. ഇനി സ്കൂൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ എന്തായിരിക്കും? അവിടെ കരിക്കുലം പഠിപ്പിക്കുന്നത് എന്താണെന്നെ കുറിച്ച് യാതൊരു അറിവുമില്ല. ഒരു കോമൺ ആയിട്ടുള്ള കരിക്കുലം അല്ല. അപ്പൊ അർബൺ ഏരിയയിൽ പഠിക്കുന്ന കുട്ടി പഠിക്കുന്ന കാര്യമല്ല എന്താ റൂറൽ ഏരിയയിൽ പഠിക്കുന്ന കുട്ടി പഠിക്കുന്നത്. എപ്പോ? 1968 മുമ്പ് അല്ലെ? എന്ന് വെച്ചാൽ അഗ്രേറിയൻ ലൈഫുമായിട്ട്, അവരുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും അവരെ പഠിപ്പിക്കുന്നില്ല. അഗ്രേറിയൻ ലൈഫ് എന്ന് വെച്ചാൽ പ്രധാനമായിട്ട് എന്താ? കൃഷി. കറക്റ്റ് അല്ലേ? കൃഷി ചെയ്യുക എന്നതാണ് വില്ലേജിൽ ഇരിക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട എന്താ? വർക്ക്. ആ വർക്കിനെ കുറിച്ച് ഒന്നും എന്ത് ചെയ്യുന്നില്ല? അവിടെ പഠിപ്പിക്കുന്നില്ല. ഇങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ആദ്യം കുട്ടിക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ പഠിക്കേണ്ടത്. എന്നിട്ടല്ലേ ലോകത്ത് പോയിട്ട് ഐസക് ന്യൂട്ടൻ എന്ത് ചെയ്തു? ആപ്പിൾ എന്താ വീണത്? മെഗല്ലൻ എന്ത് ചുറ്റിയോ? വാസ്കോ ഡ ഗാമ കേരളത്തിലേക്ക് വന്നോ? എന്നൊക്കെ പിന്നെയല്ലേ പഠിക്കേണ്ടത്. ആദ്യം ബേസിക് ആയ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് അറിയണ്ടേ എന്നൊക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 പറഞ്ഞു. എങ്കിൽ അവർക്കൊരു കാര്യം മനസ്സിലായി. ഈ പോളിസി ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത്രയും അർബൺ ഏരിയാസിൽ കുട്ടികൾ ഒരു സിലബസ് ആണ് പഠിക്കുന്നത്. റൂറൽ ഏരിയാസിൽ കുട്ടികൾ അത് എന്താ, അവിടെ ആളെ ഇല്ല, പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവർ വേറെ എന്തൊക്കെയാണ് പഠിക്കുന്നത്. എങ്കിൽ ഈ അർബൻ റൂറൽ ഡിവൈഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം സിലബസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുക. മനസ്സിലായോ? അപ്പൊ നമ്മൾ സിലബസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഗ്രാമത്തിലാണോ അല്ലെങ്കിൽ എന്താ നഗരത്തിലാണോ, നോ പ്രോബ്ലം, സിലബസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. നഗരത്തിലെ കുട്ടികൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ പൊയ്ക്കോട്ടെ, നോ പ്രോബ്ലം. ഗ്രാമത്തിലെ കുട്ടികളെ നമ്മൾ ആദ്യം റീജിയണൽ ലാംഗ്വേജസ് പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നതായിരിക്കും? എന്താ പറയാ? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതായിരിക്കും. എന്നിട്ട് അർബൻ റൂറൽ ഡിവൈഡ് എന്ത് ചെയ്യും? കുറയ്ക്കുന്നതായിരിക്കും. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 അർബൻ റൂറൽ ഡിവൈഡിനെ കുറിച്ച് എന്താണ് പറഞ്ഞെന്നുള്ളതും എങ്ങനെയാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്തെന്നുള്ളതും കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ. ഇനി റൂറൽ ഏരിയാസിലുള്ള പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്. ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു കുട്ടി 1ാം ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നു. ആ കുട്ടി 8ാം ക്ലാസ് എത്തുമെന്ന് യാതൊരു ഉറപ്പില്ല. പക്ഷെ ഒരു അർബൺ ഏരിയയിൽ ആ കുട്ടി ജോയിൻ ചെയ്യുന്നു. ആ കുട്ടിയെ എന്താ ഡെയിലി രാവിലെ എണീപ്പിച്ചിട്ട് ഓടിക്കും. എവിടേക്ക്? സ്കൂളിലോട്ട്. പക്ഷെ വില്ലേജിൽ അങ്ങനെയല്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ സർ? അവരുടെ കയ്യിൽ പൈസ ഇല്ല മക്കളെ, പൈസ ഇല്ല. ഡെയിലി ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ ഒരുപാട് എന്താ സ്ട്രെസ്സിലും സ്ട്രഗിളുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെടുത്ത് പോയിട്ട് സ്കൂളിൽ ഡെയിലി പോകാൻ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് എന്താ ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. സാർ സ്കൂളിൽ നമ്മൾ എന്താ പറയാ മിഡ് ഡേ മീൽ കൊടുക്കുന്നുണ്ട്. മക്കളെ വർഷം 1968 ഇപ്പൊ നമ്മൾ മിഡ് ഡേ മീലിലേക്കൊന്നും എത്തിയിട്ടില്ല. ആദ്യം നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കലേ ഉള്ളൂ. മിഡ് ഡേ മീലൊക്കെ ഇനി വരാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ. അത്രയും മനസ്സിലായ? അപ്പൊ പ്രശ്നങ്ങൾ പതുക്കെ പതുക്കെ എന്ത് ചെയ്യും? പരിഹരിക്കുന്നതായിരിക്കും. അത് നമുക്ക് 68 സിറ്റുവേഷൻ നോക്കാം. കാരണം നിങ്ങളുടെ മൈൻഡിലേക്ക് ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഉടനെ മിഡ് ഡേ മീൽ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ? അങ്ങനെയെങ്കിൽ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് വളരെ കൂടുതലാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പോവർട്ടിയാണ്. ഇനി ഈ പോവർട്ടി മാറ്റണമെങ്കിൽ അവർ ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും? ഫാംസിൽ, അതായത് അഗ്രികൾച്ചറിൽ കുട്ടികളെ കൊണ്ട് പണിയെടുക്കുന്നതായിരിക്കും. എന്നിട്ട് ഒരു പോവർട്ടി ആയിരിക്കും. ഇതെല്ലാം മാറ്റിക്കൊണ്ട്, ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ കണ്ടുകൊണ്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? റൂറൽ അർബൻ ഡിവൈഡിനെ മാറ്റാൻ വേണ്ടിയിട്ട്. എങ്കിലേ നമ്മുടെ എഡ്യൂക്കേഷൻ പോളിസി എന്ത് ചെയ്യുള്ളൂ? വിജയിക്കുള്ളൂ. എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം ഇന്ത്യ എന്ത് ചെയ്യില്ല? വികസിത രാജ്യമാവില്ല. എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം എല്ലാവർക്കും എന്ത് കിട്ടില്ല? എഡ്യൂക്കേഷൻ കിട്ടില്ല. എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യണം. അതിന് സിലബസ് എടുക്കുക, ടീച്ചറിനെ വെക്കുക എന്നത് മാത്രമല്ല കാര്യം. ബാഹ്യശക്തികൾ, എന്താ സാർ ബാഹ്യശക്തികൾ? റൂറൽ അർബൻ ഡിവൈഡ്. ഇങ്ങനെയുള്ള പുറമേ നിന്നുള്ള പ്രശ്നം നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. മനസ്സിലായ? എങ്കിൽ
റൂറൽ വേഴ്സസ് അർബൺ ഇന്ത്യയിൽ എന്തൊക്കെയാണ് സ്ട്രക്ചറൽ അല്ലെങ്കിൽ പെഡഗോഗിക്കൽ മോഡിഫിക്കേഷൻ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് സാർ ഈ പെഡഗോഗി സ്ട്രക്ചറൽ മോഡിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ, അതായത് കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, കുട്ടികളെ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും അർബൺ ഏരിയയും റൂറൽ ഏരിയയും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്, കറക്റ്റ് അല്ലേ? അപ്പോ റൂറൽ ഏരിയയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ നമ്മൾ അഗ്രി എഡ്യൂക്കേഷനെ കുറിച്ച് പഠിപ്പിക്കുന്നതായിരിക്കും. ഓക്കെ, അവിടെ നമ്മൾ മാസ് ലിറ്ററസി ഡ്രൈവ്സ് നടത്തുന്നതായിരിക്കും. മാസ് ലിറ്ററസി ഡ്രൈവ്സ് എന്ന് വെച്ചാൽ എന്താ? ഒരുപാട് പേരെ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഇത് അർബൺ ഏരിയയിൽ ചെയ്യേണ്ടാത്ത കാര്യമുള്ളത്? സിമ്പിൾ ആണ്. അർബൺ ഏരിയയിൽ ഓട്ടോമാറ്റിക്കലി എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായിരിക്കും? ബെറ്റർ ആണ്. അപ്പൊ അവിടുത്തെ ലിറ്ററസി അല്ല, ഇലിറ്ററസി അല്ല അവിടുത്തെ പ്രശ്നം. അത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ മാസ് ലിറ്ററസി ഡ്രൈവ് എവിടെ ഉണ്ടാവും? റൂറൽ ഏരിയയിൽ ഉണ്ടാവും. ഇനി അവരെ പഠിപ്പിക്കാൻ പോകുന്നത് വെർണാക്കുലർ അല്ലെങ്കിൽ ലോക്കൽ മീഡിയത്തിലാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം, റൂറൽ ഏരിയയിൽ എഡ്യൂക്കേഷനിൽ ഫോക്കസ് ചെയ്യുന്നത് അഗ്രേറിയൻ അല്ലെങ്കിൽ അഗ്രി എഡ്യൂക്കേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മൾ മാസ് ആയിട്ട് ഒരുപാട് പേരെ ഒരുമിച്ച് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ അവർക്കറിയുന്ന ഭാഷയിലാണ് പഠിപ്പിക്കുക. ഓക്കെ, ഇനി അവർക്കറിയുന്നത് ബീഹാറിലെ ഭോജ്പുരി ആണെങ്കിൽ ഭോജ്പുരി ഭാഷയാണ് പഠിപ്പിക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ വെർണാക്കുലർ ലോക്കൽ മീഡിയം ഉണ്ടാവും. ഇത് റൂറലിന് വേണ്ടിയിട്ട്. എന്താണ് അർബണിന് വേണ്ടി നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്? ഒന്ന്, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ ക്രാഫ്റ്റ്. എന്റെ ചോദ്യം, ഇൻഡസ്ട്രീസ് ഹബ്, വലിയ വലിയ എന്താ നമ്മുടെ കമ്പനീസ്, ഇതൊക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് റൂറൽ ഇന്ത്യയിലാണോ അർബൺ ഇന്ത്യയിലാണോ, വില്ലേജസിലാണോ അതോ എന്താ സിറ്റീസിലാണോ? ഓബിയസ്ലി സിറ്റീസിലാണ്. ഇനി അവിടെ ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അതിന് ചുറ്റും എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഒരു സിറ്റി എന്ത് ചെയ്യും? ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. ക്ലാസിക് എക്സാമ്പിൾ ടാറ്റയുടെ എന്താ ജംഷഡ്പൂർ. ആ കമ്പനിക്ക് ചുറ്റും എന്ത് ചെയ്തു? വലിയ സിറ്റി എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. എങ്കിൽ ഈ അർബൺ ഇന്ത്യയിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ പ്രധാനമായി ഫോക്കസ് ചെയ്യേണ്ടത് ട്രേഡും ഇൻഡസ്ട്രിയൽ ക്രാഫ്റ്റും ആയിരിക്കണം. കാരണം അവർക്ക് ജോലി കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? ഇൻഡസ്ട്രിയിലായിരിക്കും. അവിടെ നമുക്ക് ഒരുപാട് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കണം, സയൻസിനെ കുറിച്ച് പഠിപ്പിക്കണം. ഓക്കെ, മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജിനെ കുറിച്ച് പഠിപ്പിക്കണം. മോഡേൺ ഇന്ത്യൻ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദി, ഓക്കെ, അതേപോലെ എന്താ മറ്റു ഭാഷകൾ, അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അപ്പൊ വെറും വെർണാക്കുലർ രീതിയിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യില്ല? പഠിപ്പിക്കില്ല. ഇത്രയും കാര്യം ഓക്കെ ആയോ? സാർ ഇവിടെ തന്നെ ഒരു ഡിവൈഡ് ഉണ്ട്. ഉണ്ട്, ഉണ്ട്, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ ആദ്യം അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്താ, അർബൺ ഏരിയയിലുള്ള കുട്ടികൾക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യാം, റൂറൽ ഏരിയ കുട്ടികൾക്ക് എന്താണ് വേണ്ട അതിനനുസരിച്ച് ഫോക്കസ് ചെയ്യുക. എന്നിട്ട് ഇവരെ രണ്ടുപേരെയും ഈക്വൽ ആക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ ഇവര് തമ്മിലുള്ള ഗ്യാപ്പിനെ എന്ത് ചെയ്യുക? കുറയ്ക്കുക എന്നതാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഡൺ അല്ലേ? ഡൺ ആണല്ലോ? അതെ. എങ്കിൽ അതിനു വേണ്ടിയിട്ട് ഈ പോളിസിയിൽ ചെയ്തിട്ടുള്ള ആദ്യത്തെ പരിപാടിയുടെ പേരാണ് യൂണിവേഴ്സൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഫ്രീ ആയിട്ടുള്ളതും കമ്പൽസറിയുമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. എങ്കിൽ റൂറൽ ഏരിയയിൽ ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? റൂറൽ ഏരിയയിലുള്ള എല്ലാവരെയും. ഓക്കെ, ഒന്ന്, എഡ്യൂക്കേഷന് പൈസ കൊടുക്കണ്ട, എഡ്യൂക്കേഷൻ എന്തായിരിക്കും? ഫ്രീ ആയിരിക്കും. ഇനി ഫ്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം റൂറൽ ഏരിയയിലുള്ള കുട്ടികൾ എന്ത് ചെയ്യില്ല? സ്കൂളിലോട്ട് വരില്ല. എന്തുകൊണ്ടാണ് പ്രശ്നം? അവർക്ക് പോവർട്ടി ഉണ്ട്. ഓക്കെ, എങ്കിൽ പോവർട്ടിക്ക് പരിഹാരം കാണാൻ ഒരു വഴിക്ക് നടക്കുന്നതിനിടയ്ക്ക് കുട്ടികൾ എന്ത് ചെയ്യണം? സ്കൂളിലേക്ക് എത്തിക്കണം. അവ കമ്പൽസറി ആയിരിക്കും. വന്നില്ലെങ്കിൽ എന്താ ഇഷ്യൂ ഉണ്ട് എന്ന് എന്ത് ചെയ്യും? പറയുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രധാനമായിട്ട് നമ്മൾ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുത്തിരിക്കുന്നത് പ്രധാന ഫോക്കസ് ഏരിയ അർബൺ ആണോ അതോ റൂറൽ ആണോ? ഓബിയസ്ലി റൂറൽ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നിങ്ങളുടെ, സാർ എന്ത് ഈ അർബൺ ഏരിയയിൽ എല്ലാവരും പണക്കാരാണോ? പാവപ്പെട്ടവരില്ലേ? ഓക്കെ, അവിടെയുള്ള ആളുകൾക്ക് പ്രശ്നങ്ങളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുംബൈയുടെ കാര്യം എടുക്കാം. മുംബൈയിൽ എന്താ വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, വലിയ വലിയ ഫ്ലാറ്റ് ഉണ്ട്, വലിയ വലിയ ഹാഷ് പൂഷ് എന്താ ഇലീറ്റ് ക്ലാസ് ഉണ്ട്. അവരുണ്ടായിക്കോട്ടെ. ഓക്കെ, തൊട്ടടുത്ത് തന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ചേരിയായിട്ടുള്ള സ്ലം ആയിട്ടുള്ള ധാരാവി അവിടെ ഉണ്ട്. അവിടെ കുട്ടികളില്ലേ? അവർക്ക് പഠിക്കണ്ടേ? ഓക്കെ, കൊൽക്കത്തയിലുള്ള കുട്ടികൾ മാത്രം ബംഗാളിൽ പഠിച്ചാൽ മതിയോ? ഓക്കെ, അതിന്റെ അറ്റത്തുള്ള എന്താ മുർഷിദാബാദിലെ കുട്ടികളും പഠിക്കണ്ടേ? കറക്റ്റ്. ഓക്കെ, ബീഹാറിൽ പാട്നയിലുള്ള കുട്ടികൾ മാത്രം പഠിച്ചാൽ മതിയോ? അവിടെയുള്ള വില്ലേജിലുള്ള കുട്ടികൾ പഠിക്കണ്ടേ? കറക്റ്റ്. അങ്ങനെയെങ്കിൽ അവിടെ അർബൻ കുട്ടികളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വർക്കിംഗ് ക്ലാസ് ഇമിഗ്രന്റ് പോപ്പുലേഷനെ ആയിരിക്കും. വർക്കിംഗ് ക്ലാസ് ഇമിഗ്രന്റ് പോപ്പുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ
വില്ലേജസിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. അവരെങ്ങോട്ട് വന്നു? അർബൺ സിറ്റിയിലേക്ക് വന്നു. സിറ്റിയിലാണെങ്കിൽ എല്ലാത്തിനും എന്താ ചെലവ് കൂടുതലാണ്, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അതിനിടയ്ക്ക് എഡ്യൂക്കേഷന് കൂടി ചെലവ് കൂടിക്കഴിഞ്ഞാൽ അവരുടെ നട്ടെല്ല് ഓൾറെഡി എന്താ ഒടിയാൻ പോയി ഇങ്ങനെ തൂങ്ങി നിൽക്കുന്ന സിറ്റുവേഷനിലാണ്. അതിന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? അത് അങ്ങോട്ട് ഒടിയും. എങ്കിൽ അർബൺ സെന്ററിൽ തന്നെ വർക്കിംഗ് ക്ലാസ് ഇമിഗ്രന്റ് ആയിട്ടുള്ള പോപ്പുലേഷൻസ് ഉണ്ട്. വേറെ വില്ലേജിൽ നിന്ന് എങ്ങോട്ട് വന്നത്? നമ്മുടെ എന്താ പറയുക, വർക്ക് തേടിയിട്ട് അർബണിലേക്ക് വന്നത്. ഇപ്പൊ നമ്മുടെ ക്ലാസ് എക്സാമ്പിൾ നമുക്ക് ഇപ്പോഴത്തെ കേരളത്തെ കുറിച്ച് നോക്കാം. കേരളത്തിൽ വർക്ക് തേടിയിട്ട് അതിഥി തൊഴിലാളികൾ, നമ്മൾ അവരെ ബംഗാളി എന്ന് വിളിക്കും. ബംഗാളിൽ നിന്നും വിളിക്കാൻ പറ്റില്ല, ദാറ്റ് ഈസ് റേസിസ്റ്റ്. ഓക്കെ, കാരണം അവർ ബംഗാളി എന്ന് പറയുന്ന ഒരു ഭാഷയാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, വരുന്ന എല്ലാവരും ബംഗാളിൽ നിന്നല്ല വരുന്നത്. ഓക്കെ, യു പി നിന്ന് വരുന്നവരുണ്ട്, ആസാമിൽ നിന്ന് വരുന്നവരുണ്ട്, മിസോറാമിൽ നിന്ന് വരുന്നവരുണ്ട്, ബീഹാറിൽ നിന്ന് വരുന്നവരുണ്ട്, രാജസ്ഥാനിൽ നിന്ന് വരുന്നവരുണ്ട്. ഇങ്ങനെ ഒരുപാട് വിഭാഗക്കാരുണ്ട്. അവരെല്ലാവരും കൂടി ചേർത്ത് ബംഗാളി എന്ന് വിളിക്കുന്നത് ശരിയല്ല എന്നാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ അല്ലേ? അത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ അവര് നമ്മൾ വിളിക്കാൻ പോകുന്ന പേരാണ് അതിഥി തൊഴിലാളികൾ. അവരിവിടെ വന്നു. ഇവിടെ വന്നിട്ട് അവർക്ക് ഇവിടെ വർക്ക് ചെയ്യണം. അവരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാമിലിയും കൂട്ടി വന്നിട്ടുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കണ്ടേ? അതെ. ഓക്കെ, അപ്പൊ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടണ്ടേ? അതെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവർക്ക് അറിയുന്ന ഭാഷയിൽ അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കും. എന്നിട്ട് മലയാളം അവർ എന്ത് ചെയ്യും? പഠിപ്പിക്കും. ആ മലയാളം പഠിപ്പിച്ചതിന് ശേഷം അവർക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്കൂളുകളിലും കോളേജിലും പഠിക്കാവുന്നതാണ്. ആ പ്രോഗ്രാമിന്റെ പേരാണ് ചങ്ങാതി. ഓക്കെ, ഒരു വഴിക്ക് പോവല്ലേ, അതുകൊണ്ട് പറഞ്ഞു നേരിട്ടു. സോഷ്യൽ പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം തന്നെയാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ, എങ്കിൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. അർബൺ ഏരിയയിൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവിടെയുള്ള ഇമിഗ്രൻസ് വർക്കേഴ്സ് ഉണ്ടാവും. അവർ എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യും ഏതില്? യൂണിവേഴ്സൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനിൽ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നെയാണ്, ഞാൻ ഒന്നുകൂടി നിങ്ങളോട് ചോദിക്കുന്നു. വർഷം 1968 യൂണിവേഴ്സൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 45 ആണോ ആർട്ടിക്കിൾ 21A ആണോ? തീർച്ചയായും ആർട്ടിക്കിൾ 45 ആണ്. എന്തുകൊണ്ടാ? ആർട്ടിക്കിൾ 21A 2002 86 അമെന്റ്മെന്റിലൂടെ 86 ഭേദഗതിയിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഭരണഘടനയിൽ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ആഡ് ചെയ്യുന്നത് 2002 2002 ഇവിടെ ഇപ്പോൾ നമുക്ക് എഡ്യൂക്കേഷനെ കുറിച്ച് പറയുന്ന ഭരണഘടനയിലെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 45 മാത്രമാണ്. അപ്പൊ ആർട്ടിക്കിൾ 45 വെച്ചിട്ടാണ് യൂണിവേഴ്സൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ നമ്മൾ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വർഷം 1968 ആണ്. ഓക്കെ, 86 അമെന്റ്മെന്റ് വന്നിട്ടില്ല, ആർട്ടിക്കിൾ 21A വന്നിട്ടില്ല. ഓക്കെ, മൗലിക കടമയിൽ അല്ലെങ്കിൽ എന്താ നമ്മൾ പറയാ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ 11ാമത്തെ ഡ്യൂട്ടി ആയിട്ട് കമ്പൽസറി എഡ്യൂക്കേഷൻ ആഡ് ചെയ്തിട്ടില്ല. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ഡൺ അല്ലേ? സോ ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 45. ഡൺ ഡൺ ഡൺ. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ യൂണിവേഴ്സൽ ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇനി അടുത്തത് ദ കോമൺ സ്കൂൾ സിസ്റ്റം ആൻഡ് നെയ്ബർഹുഡ് സ്കൂൾസ്. ഓക്കെ, എങ്കിൽ കോമൺ സ്കൂൾ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ജാതി, ഏത് മതം, ജാതി, മതം, ലിംഗഭേദം, ജന്മസ്ഥലം, വംശം, ഓക്കെ, എന്നിവയുടെ ഒന്നും ഭേദഭാവം ഇല്ലാതെ, ഓക്കെ, ദർ ഇസ് നോ കാസ്റ്റ് ഡിഫറൻസ്, ദർ ഇസ് നോ ക്രീഡ് ഡിഫറൻസ്, ദർ ഇസ് നോ എക്കണോമിക് ഡിഫറൻസ്, ഒരു ഡിഫറൻസും ഇല്ലാതെ എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യും? ഒരുമിച്ച് പഠിപ്പിക്കുന്ന ഒരു സോദര സ്ഥാപനമാണ് എന്ത്? സ്കൂൾ. ഓക്കെ, സാറിന്റെ ശ്രീനാരായണ ഒന്ന് കടമെടുക്കുകയാണോ? ആരുടെയൊക്കെ ഒന്ന് കടമെടുത്തു. ഓക്കെ, അങ്ങനെയുള്ള സ്ഥാപനമാണ് സ്കൂൾ എന്ന് ദ കോമൺ സ്കൂൾ സിസ്റ്റം ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നു പറയും. സാർ ഇതൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? വീണ്ടും ഞാൻ പറയുന്നു, വർഷം 1968. അപ്പോൾ അവിടെ ജമീന്ദാർമാർക്ക് വലിയ ആളുകൾ ഉണ്ടാവും. ഓക്കെ, സാധാരണ കാസ്റ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ സാധാരണഗതിയിലുള്ള കുട്ടികൾക്ക്, ചെറിയ കാസ്റ്റിൽപ്പെട്ടവർക്ക് അവിടെ ഇരിക്കാൻ കൂടി പറ്റില്ല. ജമീന്ദാറിന്റെ മകൻ എന്ത് ചെയ്യും? സ്കൂൾ വലിയ ചെയറിൽ ഇരിക്കും. ആ കുട്ടിയെ തൊട്ടാൽ തന്നെ എന്താണ്? പ്രശ്നമാണ്. ടീച്ചർമാർ ഇവരെന്ത് ചെയ്യില്ല? കെയർ ചെയ്യില്ല. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ ഇപ്പൊ നമുക്ക് ഒരു പരിധി വരെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇപ്പോഴും നിങ്ങൾ ബീഹാർ, യു പി, രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നുള്ള സ്ഥലങ്ങളിലെല്ലാം പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു വേർഷൻ ഇപ്പോഴും 2026 കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നമ്മൾ 1968 തുടങ്ങി. ഓക്കെ, ഒരുപാട് മാറ്റം ഉണ്ടായി, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ള സംസ്ഥാനമാണ് കേരളം. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ഡിഫറൻസിനെ കുറിച്ച് ഇപ്പൊ അറിയേയില്ല.
ഓക്കെ. ഇത് പറഞ്ഞാൽ കുറെ പേര് വിശ്വസിക്കുകയും കൂടിയില്ല. സാർ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും, പറയുന്നതായിരിക്കും. എങ്കിൽ ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഉണ്ട്. അപ്പൊ 1968 സിറ്റുവേഷനൊക്കെ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടാവും. എങ്കിൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞത് ഓക്കെ, കോമൺ സ്കൂൾ സിസ്റ്റം ആയിരിക്കും കറക്റ്റ് എന്ന് പോളിസിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിൽ റൂറൽ അർബനിൽ എന്താണെന്നതിനെ കുറിച്ച് പറയാൻ പോകുന്നത്, അതായത് ഓക്കെ, അർബൺ ഏരിയയിൽ അഫുലന്റ് ആയിട്ടുള്ള ഫാമിലീസ്, അതായത് എന്താ, കയ്യിൽ പൈസയുള്ള നല്ല എന്താ പറയാ എന്താണ് പവർഫുൾ ആയിട്ടുള്ള ഫാമിലീസ്, അവരുടെ കയ്യിലായിരിക്കും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എന്ത് കടിഞ്ഞാൻ. ആ കടിഞ്ഞാണിനെ നമുക്കൊന്ന് മാറ്റണം. ഓക്കെ. IAS ആവുക അല്ലെങ്കിൽ UPSC ക്ലിയർ ചെയ്യുക എന്ന് പറയുന്നത് ഹൈ ക്ലാസ് ആളുകളുടെ മാത്രം സിറ്റുവേഷൻ ആയി വരാൻ പറ്റില്ലല്ലോ. ഓക്കെ. ഒരു സാധാരണ ആളുടെ മകനും ഒരു കർഷകന്റെ മകനും ഒക്കെ ഒരു വർക്കറുടെ മകനും അല്ലെങ്കിൽ മോളും എന്ത് ചെയ്യണം, ഈ എക്സാംസ് ക്ലിയർ ചെയ്യണ്ടേ. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ കോമൺ സ്കൂൾ സിസ്റ്റത്തിലൂടെ അല്ലെങ്കിൽ നെയ്ബർഹുഡ് സ്കൂൾസിലൂടെ, നെയ്ബർഹുഡ് സ്കൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അടുത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, എന്താ പറയുക, സ്കൂൾ വെച്ചിട്ടുണ്ടാവുക. ഓക്കെ. സ്കൂൾ അടുത്തുണ്ടെങ്കിൽ അല്ലെ കുട്ടികൾ വരുള്ളൂ. സ്കൂൾ എന്താ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരെയാണ്, അങ്ങനെ കുട്ടികൾ വരില്ലല്ലോ. അപ്പോ ഈ കോമൺ സ്കൂൾ സിസ്റ്റം നെയ്ബർഹുഡ് സ്കൂൾസിലൂടെ നമ്മൾ എങ്ങനെയാണ് റൂറൽ അർബൻ ഡിഫറൻസിനെ മാറ്റാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നേരത്തെ അർബൻ ഏരിയയിലുള്ള ആളുകളുടെ കയ്യിലായിരിക്കും എഡ്യൂക്കേഷന്റെ കടിഞ്ഞാൻ ഉണ്ടാവുക. റൂറൽ ഏരിയയിലാണെങ്കിൽ വെൽത്തി ലാൻഡ് ലോഡ് സെമീന്ദാർമാരുടെ കയ്യിലായിരിക്കും എഡ്യൂക്കേഷന്റെ കടിഞ്ഞാൻ ഉണ്ടാവുക. അതിനെല്ലാം മാറ്റിയതിനു ശേഷം എല്ലാവർക്കും എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു സഹോദര സ്ഥാപനമായി എന്തിനെ മാറ്റും, സ്കൂളിനെ മാറ്റുന്നതായിരിക്കും എന്ന് ആര് പറഞ്ഞു, 1968 പോളിസി പറഞ്ഞു. ഇതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, റൂറൽ ഉള്ള ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടും. ആ ഓപ്പർച്യൂണിറ്റി കിട്ടിയ ആളുകൾ, നേരത്തെ അർബൺ ആൾ ഇവിടെയായിരുന്നു, ഉയർന്നു വന്ന് എന്ത് ചെയ്യും, കോമ്പറ്റീഷൻ ചെയ്യും. ഓക്കെ. IIT അവർ ക്ലിയർ ചെയ്യും, എന്താ IIM അവർ ക്ലിയർ ചെയ്യും, എന്താ UPSC അവർ ക്ലിയർ ചെയ്യും. ഓക്കെ. അങ്ങനത്തെ പരിപാടി എന്ത് ചെയ്യും, അവർ ചെയ്യുന്നതായിരിക്കും. MNCയിൽ അവർ എന്ത് ചെയ്യും, വർക്ക് ചെയ്യുന്നതായിരിക്കും. പതുക്കെ നടക്കുള്ളൂ, പക്ഷെ ഒരു ദിവസം എന്ത് ചെയ്യും, നടക്കും. ഓക്കെ. there is one day എന്ത് ചെയ്യും, കാര്യങ്ങൾ നടക്കുന്നതായിരിക്കും. Then ഓക്കെ. എങ്കിൽ 3 ലാംഗ്വേജ് ഫോർമുല. ശരി, 3 ലാംഗ്വേജ് ഫോർമുല കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഒന്നാമത്തെ 3 ലാംഗ്വേജ് ആണ് പഠിപ്പിക്കാൻ വേണ്ടി പോവാ. ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ലാംഗ്വേജ് എന്തായിരിക്കും, മദർ ടങ്, നമ്മൾ എന്താ സംസാരിക്കുന്ന മാതൃഭാഷ. രണ്ടാമത്തെ ലാംഗ്വേജ് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്. ഓക്കെ. നിങ്ങൾ ഹിന്ദി സ്പീക്കിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഹിന്ദി എടുക്കാം, അല്ലെങ്കിൽ ഹിന്ദി സ്പീക്കിംഗ് അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് എടുക്കാം. തേർഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു മോഡേൺ ലാംഗ്വേജ്, ഈ രീതിയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യാം. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് ഡീറ്റെയിൽ ആയിട്ട്, എന്നാലും കുറെ പേർക്ക് ഡൗട്ട് ഉണ്ടാവും, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. നമ്മൾ കേരളത്തിലാണെങ്കിൽ ഫസ്റ്റ് ലാംഗ്വേജ് എന്ന് പറയുന്നത് മലയാളം ആയിരിക്കും. സെക്കൻഡ് ലാംഗ്വേജ് നമ്മൾ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് ആണോ അതോ ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് അല്ലയോ, ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ് അല്ല, അവ സെക്കൻഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയിരിക്കും. തേർഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ എനി മോഡേൺ ലാംഗ്വേജ്. ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് സെക്കൻഡ് ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഏതാ മോഡേൺ ലാംഗ്വേജ്, ഹിന്ദി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലാംഗ്വേജ് എടുക്കാവുന്നതാണ്. കറക്റ്റ്. അങ്ങനെയെങ്കിൽ നമ്മളവിടെ എങ്ങനെയാ പഠിപ്പിക്കാൻ പോകുന്നത്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഇങ്ങനെയാണ് പഠിപ്പിക്കുക. ക്ലിയർ. ഇതാണ് 3 ലാംഗ്വേജ് ഫോർമുല. ഇത്രയും കാര്യം ഓക്കെ അല്ല, ഒരു സെക്കൻഡ്. ഇതാണ് എന്ത് 3 ലാംഗ്വേജ് ഫോർമുല. ഇത് നാഷണൽ പോളിസി 1968 കൊണ്ടുവന്നൊരു കാര്യമാണ്, സത്യം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഡണ്ണാണ്. ഓക്കെ. പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ട് എങ്ങനെയാണ് അർബൻ റൂറൽ ഡിവൈഡ് എന്ത് ചെയ്യുക, മാറ്റുക. അർബൻ റൂറൽ ഡിവൈഡ് മാറ്റാൻ വേണ്ടി പോകുന്നത്, നമ്മൾ റീജിയണൽ ലാംഗ്വേജസിനെ ഈ എന്താ പറയാ, ഈ സ്കൂളിലെ പ്രധാനപ്പെട്ട പ്രൈമറി മീഡിയം ആക്കി മാറ്റുന്നതിലൂടെ നമുക്ക് എന്ത് പറ്റാൻ പറ്റും, ആക്ച്വലി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ എലീറ്റിസം മാറ്റാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ. റൂറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് അവരുടെ ഹയർ എഡ്യൂക്കേഷൻ എന്താ, ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് ഇല്ലാതെ, അതായത് എന്താ പറയാ, അവർക്ക് എന്താ ഭാഷ, അവരുടെ ഹയർ എഡ്യൂക്കേഷൻ എന്ത് കിട്ടും, അത് അവരുടെ ലോക്കൽ ഭാഷയിൽ കിട്ടുന്നതായിരിക്കും. ലോക്കൽ ഭാഷ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ എന്താ വെർണാക്കുലർ ഭാഷയിൽ, അവരുടെ സ്വന്തം ഭാഷയിൽ കിട്ടുന്നതായിരിക്കും. അങ്ങനെയെങ്കിൽ ഇംഗ്ലീഷ് അറിഞ്ഞാൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, വലിയ വലിയ കോഴ്സുകൾ പഠിക്കാൻ പറ്റുന്ന കാര്യം എന്ത് ചെയ്യും, മാറുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ അത് എന്ത് വരും, ആ ഒരു എലിറ്റിസം മാറും. പക്ഷെ നിങ്ങൾ എന്നെ പറ,
ഇപ്പോഴും ആ ഒരു ഇലീറ്റിസം ഇല്ലേ? ഓക്കെ, ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചേ, ഓക്കെ, ഇംഗ്ലീഷ് വെറും ഒരു ലാംഗ്വേജ് മാത്രമായിട്ടാണോ നമ്മുടെ സൊസൈറ്റി കൺസിഡർ ചെയ്യുന്നത്? അല്ല. ഇംഗ്ലീഷ് നല്ല പോലെ പറയാൻ പറ്റുകയാണെങ്കിൽ ആ വ്യക്തി കഴിവുള്ള ആളാണെന്നും, ഇംഗ്ലീഷിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തി എന്താ മോശമാണെന്നും, ആ വ്യക്തിക്ക് കഴിവില്ല എന്നും പറയുന്ന ഒരു സൊസൈറ്റിയിലല്ലേ നമ്മൾ ജീവിക്കുന്നത്? കറക്റ്റ് അല്ലേ? ഓക്കെ, നമ്മള് ഇത് തിയറിയിൽ ചെയ്യാൻ നോക്കി, പക്ഷെ പ്രാക്ടിക്കലിൽ നമുക്ക് ഇപ്പോഴും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, അത് മാറ്റാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതൊരു സത്യം തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി. 1968 സ്റ്റാർട്ട് ചെയ്തു, 2026 ഒരുപാട് എഡ്യൂക്കേഷണൽ ഡ്രീംസ്, അതായത് ഉണ്ടാക്കിയിട്ടുള്ള കോത്താരി കമ്മീഷൻ ആയിക്കോട്ടെ, മറ്റ് കമ്മീഷന്മാരുടെ ആയിക്കോട്ടെ, അവരുടെ എഡ്യൂക്കേഷണൽ ഡ്രീംസ് എന്താണ്, ഇതുവരെ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഡൺ ആണല്ലോ? അതെ. പക്ഷെ ഇതെല്ലാം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആണോ? ഓക്കെ. ഇനി അടുത്തത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കരിക്കുലം. നമുക്ക് മനസ്സിലായല്ലോ, റൂറൽ ഏരിയസ് ആണെങ്കിൽ അഗ്രികൾച്ചറിൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കരിക്കുലം ആയിരിക്കും ഉണ്ടാവുക. അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഇനി ഈ അഗ്രികൾച്ചറിൽ പഠിച്ചിട്ട് അവർ +1 +2 ഒക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി അവർക്ക് എന്ത് ചെയ്യണം? കോളേജിൽ പഠിക്കണം വേണ്ടേ? അങ്ങനെ പഠിക്കുമ്പോൾ എന്തുണ്ടാവും? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. കറക്റ്റ്. ഓക്കെ. അങ്ങനെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എന്തിനാ പഠിക്കാം? അഗ്രികൾച്ചറെ കുറിച്ച് പഠിക്കാവുന്നതാണ്. ഇതേ കാര്യമാണോ അർബൺ ഒന്ന് ഫോക്കസ് ചെയ്യുക? അല്ല. അർബൺ ഒന്ന് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഇൻഡസ്ട്രി ആയിരിക്കും. എങ്കിൽ രണ്ട് തരത്തിലുള്ള തൊഴിലാളി ഉണ്ട്. ഒന്നെന്താ കർഷക തൊഴിലാളി, ഒന്നെന്താ ഫാക്ടറി തൊഴിലാളി. കറക്റ്റ് അല്ലേ? അപ്പൊ ഫാക്ടറിയിൽ അവർക്ക് വർക്ക് ചെയ്യണ്ടേ? ഓക്കെ. ഇനി എന്റെ ചോദ്യം, ഫാക്ടറിയിൽ ഒരു മെക്കാനിക് ആണ് എങ്കിലും തൊഴിലാളി തന്നെയല്ലേ? ഫാക്ടറി ഒരു എഞ്ചിനീയർ ആണ് എങ്കിലും തൊഴിലാളി തന്നെയല്ലേ? അതിൽ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. കറക്റ്റ് അല്ലേ? എങ്കിൽ വെറുതെ പോയിട്ട് എന്നെ പോലെ ഒരാള് മെക്കാനിക്കൽ സ്ക്രൂ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കഴിഞ്ഞാൽ എന്തുവരും? ആ മെഷീൻ പിന്നെ വർക്ക് ചെയ്യില്ല. ഓക്കെ. അങ്ങനെയാണ് സിറ്റുവേഷൻ. എങ്കിൽ എനിക്ക് ആദ്യം എന്ത് ചെയ്യണം? ITI എഡ്യൂക്കേഷൻ നൽകണം. എനിക്ക് എന്ത് ചെയ്യണം? വൊക്കേഷണൽ ട്രെയിനിങ് നൽകണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാവരെയും പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കാനും പറ്റിയെന്ന് വരില്ല. ഓക്കെ. പറ്റാൻ സാലറി ഇല്ല, നമ്മളത് പൈസ ഇല്ല, ഇത്രയും കാര്യമൊക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവര് ടെക്നിക്കൽ ജോബിനനുസരിച്ചായിരിക്കും അർബൻ ഫോക്കസിൽ ഉണ്ടാവുക. റൂറൽ ഫോക്കസിൽ അഗ്രികൾച്ചർ ഫെസിലിറ്റീസ് ഉണ്ടാവുക, ഇൻക്ലൂഡിങ് എന്തുണ്ടാവും? അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വരെ ഉണ്ടാവുന്നതായിരിക്കും. ഡൺ. ഓക്കെ. ഇത് അർബൻ റൂറൽ ലാംഗ്വേജ് പോളിസി 3 ലാംഗ്വേജ് ഫോർമുല. ഇതിന്റെ പ്രശ്നം എന്തായിരുന്നു? പ്രശ്നം എന്ന് പറയുന്നത് അല്ല, അത് നമ്മൾ പഠിച്ചാണല്ലോ. ഓക്കെ. ഇത് സ്ലൈഡ് റിപ്പീറ്റ് ചെയ്തതാണ്. ഇനി പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ഒന്നുകൂടി പഠിക്കാം. എന്തായിരുന്നു പ്രശ്നം? എന്തായിരുന്നു? നമ്മുടെ തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങൾ പറഞ്ഞു ഹിന്ദി എന്ത് ഹമേ ഹിന്ദി ആത്താ നഹി ഹേ, ഹിന്ദി ബാഹർ ജാവോ എന്നാര് പറഞ്ഞു? തമിഴ്നാട് പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതിനെക്കുറിച്ചുള്ള സിനിമയാണ് പരാശക്തി. ഇപ്പൊ അടുത്ത് വന്നിട്ടുള്ള സിനിമയാണ് നമ്മുടെ ശിവകാർത്തികേയൻ, ഓക്കെ, പിന്നെ ശ്രീലാല അവരൊക്കെ ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ഓക്കെ. ഇനി എന്താ പരിപാടി? എന്താണ് ഫിനാൻഷ്യൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്? ഇതൊക്കെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആദ്യം പൈസ വേണം. പൈസ ഇല്ലാതെ ഈ കാര്യം നടക്കില്ല. പൈസ ഇല്ലെങ്കിൽ നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ പറഞ്ഞ പോലെ, ശ്രീനിയേട്ടൻ പറഞ്ഞ പോലെ, ഏത് സിനിമയിലാ? നമ്മുടെ ഒരു ലാലേട്ടൻ സിനിമ ഉണ്ടല്ലോ, ശ്രീനിവാസൻ ലാലേട്ടൻ കൂടിയിട്ടുള്ളത്. ഓക്കെ. എന്താണ്? CIDs ഗോ ബാക്ക്. ഓക്കെ അല്ല, CIDs റൺ എന്നൊക്കെ പറഞ്ഞിട്ട്, അയ്യോ നാടോടിക്കാറ്റ് അതിൽ പറയില്ലേ? എന്താ പറയാ? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. കറക്റ്റ്. അങ്ങനെ എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്നുള്ള രീതിയിൽ സ്വപ്നമായി തന്നെ അത് ഇരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ പൈസ കൊടുക്കരുത്. സ്വപ്നമെല്ലാം നടക്കണം, എന്ത് ചെയ്യണം? പൈസ കൊടുക്കണം. എത്ര പൈസ കൊടുക്കണം? GDP-യുടെ, GDP എന്ന് വെച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പൊ ഇന്ത്യയുടെ മൊത്തം എന്താണ്? നാഷണൽ ഇൻകത്തിന്റെ എന്ത് കൊടുക്കണം? 6% കൊടുക്കണം. നമ്മൾ നാഷണൽ ഇൻകത്തിന്റെ പോയിട്ട് ബഡ്ജറ്റിന്റെ കൂടി എന്ത് കൊടുത്തിട്ടില്ല? 6% കൊടുത്തിട്ടില്ല. 2-2.5% നമ്മൾ ഇപ്പോഴും കൊടുത്തിട്ടുള്ളൂ 2026. എങ്കിൽ ഇത്ര മനോഹരമായ സ്വപ്നം, ഇത്രയും നേരം ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നടക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ് നടക്കാത്തത് എന്ന് വെച്ചാൽ എന്താ പറയാ? നയാ പൈസയില്ല കയ്യിൽ, നയാ പൈസയില്ല. കടം വാങ്ങിയിട്ടാണ് എന്ത് ചെയ്യണത്? നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതേ സിറ്റുവേഷൻ ആണ് എന്ത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനും. കയ്യിൽ പൈസ ഇല്ല. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ എത്ര മനോഹരമായ തിയറി ഉണ്ടാക്കി വെച്ചിട്ട് എന്തില്ല? കാര്യമില്ല, കാര്യമില്ല, കാര്യമില്ല. മനസ്സിലായോ? ഏതോ 10 പേര് കഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്ത് UPSC ക്ലിയർ ചെയ്യുന്ന കാര്യമല്ല വേണ്ടത്. ഓക്കെ. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ എന്ത് കിട്ടണം? ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം. എന്റെ ചോദ്യം,
ഒരു പാവപ്പെട്ടവന്, ഒരു കർഷക തൊഴിലാളിയുടെ മകന്, അല്ലെങ്കിൽ ഒരു ഫാക്ടറി വർക്കറുടെ മകന് അല്ലെങ്കിൽ മകൾക്ക് ഒരു ഡോക്ടർ എന്നുള്ള സ്വപ്നമായി ഇരിക്കുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോഴും ഉള്ളത്. ഓക്കെ, ഒരു ഡോക്ടറിന് പഠിക്കണമെങ്കിൽ 5 വർഷം, 1 വർഷം ഹൗസ് സർജൻസി, പിന്നെന്താ PG, പിന്നെന്താ അതിൽ MD, ഇത്രയൊക്കെ പഠിച്ചു പോകാനുള്ള കപ്പാസിറ്റി അവർക്ക് ഉണ്ടോ? ഇല്ലല്ലോ. അവർക്ക് വീട്ടിലെ കാര്യങ്ങൾ നോക്കണ്ടേ? കറക്റ്റ് അല്ലേ? അപ്പൊ ഒരു ഡിവൈഡ്, അർബൻ റൂറൽ ഡിവൈഡ് ഇപ്പോഴും ഇന്ത്യയിൽ ഇല്ലേ? അതിന് പ്രധാനപ്പെട്ട കാരണം എന്താ? പൈസ കൊടുത്തിട്ടില്ല. എന്തിന്? എഡ്യൂക്കേഷന്. കാരണം എത്രയാണ് ടാർഗറ്റ് പറഞ്ഞത്? 6%. അത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇനി ടീച്ചറുടെ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം? ഇൻക്രീസ് ചെയ്യണം. ഈക്വൽ ആയിട്ടുള്ള പേ ഉണ്ടാവണം. കാരണം നല്ല ടീച്ചേഴ്സിനെ വെക്കണം. ടീച്ചേഴ്സ് എന്ത് കൊടുക്കണം? നല്ല പേയ്മെന്റ്സ് കൊടുക്കണം, ബെറ്റർ പേ കൊടുക്കണം. ക്വാളിഫൈഡ് ആയിട്ടുള്ള നല്ല ടീച്ചേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് കൊടുക്കണം? ബെറ്റർ പേ കൊടുക്കണം. ഓക്കെ, അവരെ കൊണ്ടുപോയി വില്ലേജിൽ വർക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഫെസിലിറ്റീസ് കൊടുക്കണം. ഇതിനെല്ലാം എന്ത് വേണം? മോളി പറഞ്ഞ കാര്യം വേണം. എന്താ? പൈസ. പൈസ ഇല്ലാണ്ട് ഈ പരിപാടി എന്ത് ചെയ്യില്ല, നടക്കില്ല. എങ്കിൽ എന്റെ ചോദ്യം, ഇങ്ങനെയാണെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് മുഴുവൻ എവിടെ വർക്ക് ചെയ്യാൻ നോക്കും? അർബൺ ഏരിയയിൽ വർക്ക് ചെയ്യാൻ നോക്കും. അവർ എങ്ങോട്ട് പോകില്ല? റൂറൽ ഏരിയയിലോട്ട് പോകില്ല. അപ്പൊ റൂറൽ ഏരിയയിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായിരിക്കും? തകർന്ന് തരിപ്പണമാകും. കറക്റ്റ്. ഒന്നും നടക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മള് സ്വപ്നം കണ്ട കിണാശ്ശേരി പോലെ, ഓക്കെ, ഗാന്ധി സ്വപ്നം കണ്ട കിണാശ്ശേരി പോലെ, അങ്ങനെ ആ സ്വപ്നം എന്ത് ചെയ്യും? സ്വപ്നമായി തന്നെ ഇരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? ഇനി നമ്മള് 10+, 2+, 3+ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ അല്ലെ? അങ്ങനെ നമ്മൾ ഒരു യൂണിഫോം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. 10 വർഷം എന്തായിരിക്കും? ജനറൽ സ്കൂളിംഗ്. 2 വർഷം എന്താ? ഹയർ സെക്കൻഡറി. 3 വർഷം എന്താ? ഡിഗ്രി കോഴ്സ്. ഓക്കെ അല്ലെ? എങ്കിൽ ഓക്കെ, 10 വർഷം വരെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഇവരെ പഠിപ്പിക്കുകയാണ്. എന്ത് പഠിപ്പിക്കുക? കോമൺ കരിക്കുലം പഠിപ്പിക്കുക. +1 +2 കോമൺ കരിക്കുലമാണ്. അതിനുശേഷം ഇവർക്ക് കോളേജ് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും എന്ത് വേണം? അർബൻ യൂണിവേഴ്സിറ്റിക്ക് വരേണ്ടി വരും. എല്ലാവരും കേരളം അല്ല, അർബൻ യൂണിവേഴ്സിറ്റിക്ക് വരേണ്ടി വരും ഇപ്പോഴും. കറക്റ്റ്. എങ്കിൽ ആ ഒരു ട്രാൻസിഷൻ, വില്ലേജിൽ നിന്ന് അർബണിലേക്കുള്ള ട്രാൻസിഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ് 10+2+3+ സ്ട്രക്ചർ ചെയ്തത്, കൊണ്ടുവന്നത്. ക്ലിയർ? ഓക്കെ. എങ്കിൽ എന്റെ ചോദ്യം, ഇത്രയും ചെയ്തത് കൊണ്ട് അർബൻ റൂറൽ ഡെവലപ്മെന്റിൽ എന്തൊക്കെ സക്സസ് വന്നു, എന്തൊക്കെ ഫെയിലിയേഴ്സ് വന്നു എന്നുള്ള അനാലിസിസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ്. സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ. ഇപ്പൊ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചർ നിങ്ങൾ തന്നെ പറഞ്ഞു. അർബൻ ഏരിയയിലാണെങ്കിൽ ഓക്കെ, അതെന്താ? ഗവൺമെന്റ് സ്കൂൾസിന്റെ എണ്ണം കൂടി, പ്രൈവറ്റ് സ്കൂൾസിന്റെ എണ്ണം കൂടി, കോളേജിന്റെ എണ്ണം കൂടി, ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എണ്ണം കൂടി. ഓക്കെ അല്ലെ? അവിടെയുള്ള ഗവൺമെന്റ് സ്കൂൾസ് വിട്, ബാക്കി പ്രൈവറ്റ് സ്കൂൾ, കോളേജസ്, ടെക്നിക്കൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നിവയുടെ ഇൻഫ്രാസ്ട്രക്ചർ അടിപൊളിയാണോ അതോ അയ്യോ പോരാ അങ്ങനെയാണോ? അടിപൊളി. കറക്റ്റ്. പക്ഷെ റൂറലില് എന്താ? പ്രൈമറി സ്കൂൾസ് എക്സ്പാൻഡ് ചെയ്തു. ഓക്കെ, ഒന്നും നടലാണെന്ന് പറയില്ലല്ലോ. 1 മുതൽ 5 വരെയുള്ള ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്തു? എക്സ്പാൻഡ് ചെയ്തു. പക്ഷെ അവർക്ക് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ടീച്ചർ ഇല്ല. ടീച്ചർ ഉണ്ടെങ്കിൽ ബോർഡ് ഇല്ല. ബോർഡ് ഉണ്ടെങ്കിൽ എന്തില്ല? പ്രോപ്പർ ആയിട്ട് ക്ലാസ് റൂം ഇല്ല. ക്ലാസ് റൂം ഉണ്ടെങ്കിൽ ബെഞ്ചും ഡെസ്കും ഇല്ല. അതല്ല, ഇനി എന്തിലെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ടോയ്ലറ്റ് ഇല്ല. അങ്ങനെ ഒരുപാട് പ്രശ്നം വന്നു. അപ്പൊ ഇലക്ട്രിസിറ്റി ഇല്ല, ബ്ലാക്ക് ബോർഡ്സ് ഇല്ല, ടോയ്ലറ്റ്സ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം മക്കളെ, പൈസ വേണം. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് തെറ്റ് പറ്റി. എന്താണ് തെറ്റ് പറ്റിയത്? നമ്മൾ പ്രോപ്പർ ആയിട്ട് പൈസ അലോക്കേറ്റ് ചെയ്തില്ല. തിയറി മാത്രം വെച്ചു. തെറ്റു പറ്റാത്തതായിട്ട് ആരുമില്ല ഗോപു എന്നല്ലേ പഴഞ്ചൊല്ല്. അപ്പോൾ എന്താ പറഞ്ഞ? ആക്ച്വലി തെറ്റ് നമ്മൾ തിരുത്തും. എപ്പ തിരുത്തും? 1986 തിരുത്തും. അത് പറ്റിയ തെറ്റുകൾ നമ്മൾ 2020 എന്ത് ചെയ്യും? തിരുത്തും. എങ്കിൽ ഇതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞത്? തെറ്റുപറ്റും, തിരുത്തും. തെറ്റുപറ്റും, തിരുത്തും. ആദ്യം തെറ്റു പഠിക്കണ്ടേ? ഓക്കെ, അങ്ങനെയെങ്കിൽ ഇതാണ് ബേസ്. 1968 ആക്ട് ആണ് ബേസ്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, മൊത്തം ഒരു കഥയാണ്. അപ്പൊ ഇത് മനസ്സിലാവാതെ നിങ്ങൾ 1986 പോയിട്ട് അത് മാത്രം പഠിച്ചാൽ എന്ത് ചെയ്യില്ല? കാര്യങ്ങൾ മനസ്സിൽ നിൽക്കില്ല. ഇത്രയും കാര്യമൊക്കെയാണോ? ഓക്കെ, അപ്പൊ തെറ്റു പറ്റി. അർബനിൽ ഡെവലപ്പായി, റൂറൽ എന്താ? ഡെവലപ്പ് ആയില്ല. കാരണം കയ്യിൽ പൈസ ഇല്ല. ടീച്ചർ പ്ലേസ്മെന്റ്, എന്റെ കാര്യങ്ങൾ പറയൂ. അർബണിൽ എങ്ങനെയായിരിക്കും? ഹൈലി ട്രെയിൻഡ് എഡ്യൂക്കേറ്റേഴ്സ് ആയിരിക്കും. ഓക്കെ അല്ലെ? റൂറലിൽ എങ്ങനെയായിരിക്കും? ഷോർട്ടേജസ് ആയിരിക്കും. അർബണിൽ പോയിട്ട് BEdും TTC ഒക്കെ പഠിച്ച ആളുകൾ എന്താ? പൈസ ഇറക്കിയിട്ടാണ് പഠിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ എന്താ? ഒരു നല്ല ശമ്പളം വേണം. അവര് റിമോട്ട് ആയിട്ടുള്ള വില്ലേജസിൽ പഠിക്കാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയെങ്കിൽ വില്ലേജസിൽ എന്തായിരിക്കും? സിംഗിൾ ടീച്ചർ സ്കൂൾ. ഓക്കെ, സോഷ്യൽ സയൻസ് ഒരാൾ,
ഇംഗ്ലീഷ് ഒരാള്, മലയാളം ഒരാള്, എല്ലാത്തിനും എന്താ ഒറ്റ ആള്. ഓക്കെ, ഒരാളെന്താ ഓൾ റൗണ്ടർ. സോ ഓൾ റൗണ്ടർ ആവുന്നത് തെറ്റാണോ? ഓൾ റൗണ്ടർ ആവുന്നത് തെറ്റൊന്നുമല്ല. എല്ലാ ഭാഷ, എല്ലാ എന്താ പറയാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു വലിയ ഗംഭീരമായ കാര്യം തന്നെയാണ്. പക്ഷെ കുട്ടികളെ അതേപോലെ ഇരുത്തണ്ടേ? ഓക്കെ, ഒറ്റ ക്ലാസ്സിൽ 1 തൊട്ട് 5 വരെയുള്ള കുട്ടികളെ മുഴുവൻ ഇരുത്തിയിട്ട് എന്നാ പഠിച്ചോ മാത്സ് എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഓക്കെ, അതേപോലെ ഒറ്റ കോഴ്സ്, ഒറ്റ ടീച്ചർ, എല്ലാരും എന്താ ഒരേപോലെ ഇരിക്കും? അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, നിങ്ങൾ പഴയ തമിഴ്, തെലുങ്ക് സിനിമ, ഹിന്ദി സിനിമയൊക്കെ കാണുക. ഓക്കെ, അവർ 80s ഇത് 68 ആയിട്ടേ ഉള്ളൂ. 80s തന്നെ കാണുക. വില്ലേജിലുള്ള സിനിമ കാണുകയാണെങ്കിൽ അവിടെ എല്ലാവരും എന്തായിരിക്കും? ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതാണ് സിറ്റുവേഷൻ. ഓക്കെ, തെറ്റ് പറ്റി, കുറച്ച് ഫെയിലിയർ ആയി. എവിടെ? റൂറലില് നമ്മൾ തിരുത്തും. ഓക്കെ അല്ലേ? ലാംഗ്വേജ് ആണ് ടെക്സ്റ്റ് ബുക്ക്. അർബൺ ഏരിയയിൽ ലോ കോസ്റ്റ് ടെക്സ്റ്റ് ബുക്കിന് ഒക്കെ എന്താണ് ആക്ച്വലി ആക്സസ് കിട്ടി. ഇംഗ്ലീഷ് ആണ് പ്രധാനമായിട്ട് കരിയർ അഡ്വാൻസ്മെന്റിന് വേണ്ടിയിട്ട് അർബൺ ഏരിയയിൽ ആളുകൾ ആശ്രയിക്കുന്ന ലാംഗ്വേജ്. ഇപ്പോഴും അതന്നെയാണ്. റൂറലിൽ എന്താണ് ആക്ച്വലി റീജിയണൽ ലാംഗ്വേജ് പഠിച്ചു. മലയാളം എഴുതാനും വായിക്കാനും അറിയാം, അല്ലെങ്കിൽ ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാം. പക്ഷെ എന്താണ്, ടെക്സ്റ്റ് ബുക്ക് കിട്ടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടാണ്. വളരെ പതുക്കെയാണ് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് കിട്ടുക. ഇതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഓക്കെ, ഏതില്? ലാംഗ്വേജ് ആൻഡ് ടെക്സ്റ്റ് ബുക്കില്. വൊക്കേഷണൽ ട്രെയിനിങ് അർബണിലാണെങ്കിൽ എന്ത് പറ്റും? സക്സസ്ഫുള്ളി ആയിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ടൗൺ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള വൊക്കേഷണൽ ട്രെയിനിങ്. വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സാധ്യതയുള്ള ട്രെയിനിങ്. ഫോർ എക്സാമ്പിൾ പ്ലംബിംഗ്, ഇലക്ട്രിസിറ്റി. ഓക്കെ, അതേപോലെ എന്താ പ്ലംബിംഗ് ആയി, ഇലക്ട്രിക്കൽ വർക്കായി, മെക്കാനിക്കൽ വർക്ക്, ഇതൊക്കെ ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണ് വൊക്കേഷണൽ ട്രെയിനിങ്. ഇതൊക്കെ അർബൺ ഏരിയയിൽ അടിപൊളിയായിട്ട് കിട്ടുന്നതായിരിക്കും. റൂറൽ ഏരിയ എന്താണ് ആക്ച്വലി അവർക്ക് ഇത് ഒരു തിയറിറ്റിക്കൽ ഫോമിലാണ് വന്നിരിക്കുന്നത്. അതായത് വൊക്കേഷണൽ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ഉണ്ട്, പക്ഷെ എന്തായിരിക്കും? അത് തിയറിയിലായിരിക്കും. സിമ്പിൾ ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ എത്ര മനോഹരമായ നടക്കുന്ന സ്വപ്നം. അവിടെ ആകെ പ്രൈമറി സ്കൂൾ കൂടി കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. ആകെ ഒറ്റ സാറേ ഉള്ളൂ, ഒറ്റ ടീച്ചറേ ഉള്ളൂ. അതിന് കാരണം എന്താ? ലാൻഡ് ഇല്ല, എക്യുപ്മെന്റ് ഇല്ല, മോഡേൺ ലാബ്സ് ഇല്ല. എന്താണ് സുഹൃത്തുക്കളെ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ, നയാ പൈസയില്ല. കയ്യിൽ നയാ പൈസയില്ല. ഓക്കെ, 6% വേണം, നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഒന്നും കൊടുത്തിട്ടില്ല. മനസ്സിലായ? ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിന്റെ വിലയിരുത്തൽ മനസ്സിലായി. എങ്കിൽ എന്റെ ചോദ്യങ്ങൾ നിങ്ങളോട്: എന്തുകൊണ്ടാണ് അർബൻ റൂറൽ ഡിവൈഡിന് വേണ്ടിയിട്ട് കോത്താരി കമ്മീഷൻ ഇത്ര അധികം ട്രൈ ചെയ്തിട്ടും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 കൃത്യമായ തിയറി എഴുതിയിട്ടും കൃത്യമായ എന്താ വഴികൾ എഴുതിയിട്ടും പ്ലാനിങ് കറക്റ്റ് ആയിട്ടും എന്തുകൊണ്ട് നമ്മൾ പരാജയപ്പെട്ടു? ഓക്കെ, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതിന്റെ ഒരു താത്വികമായ അവലോകനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ആ താത്വികമായ അവലോകനത്തിൽ ആദ്യം പറയാൻ പോകുന്ന കാര്യം, കയ്യിൽ പൈസ ഇല്ല. ക്ലിയർ അല്ലേ? ഇനി ആ പാട്ട് പാടരുത്. ഇല്ല, നിർത്തി നിർത്തി. ഓക്കെ, 6% GDP എന്ത് ചെയ്തിട്ടില്ല, അലോക്കേറ്റ് ചെയ്തിട്ടില്ല. അടുത്തതാണ് പൊളിറ്റിക്കൽ റെസിസ്റ്റൻസ്. 3 ലാംഗ്വേജ് ഫോമിൽ വന്നു. തമിഴ്നാട്ടിൽ എന്ത് പറഞ്ഞു? ഐ ഡോണ്ട് നോ ഹിന്ദി. ഓക്കെ, ഹിന്ദി ഗോ ബാക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എല്ലായിടത്തും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത്, മൂന്നാമത്തെ കാര്യം, സ്ട്രക്ചറൽ ഓവർസൈറ്റ്. അങ്ങനെ വെച്ചാൽ എന്താ സാറേ, 1968 നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റുള്ളതാണ്. അങ്ങനെ വെച്ചാൽ ഓക്കെ, ഇപ്പോ സ്റ്റേറ്റിന്, സെന്ററിന്, പിന്നെന്താ രണ്ടുപേർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഭരണഘടനയിൽ നമ്മുടെ വിഷയങ്ങളെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അത് 3 ലിസ്റ്റ് എന്നാണ് പറയാ. ഒരു ലിസ്റ്റിന്റെ പേര് യൂണിയൻ ലിസ്റ്റ്, ഒരു ലിസ്റ്റിന്റെ പേര് സ്റ്റേറ്റ് ലിസ്റ്റ്, ഒരു ലിസ്റ്റിന്റെ പേര് എന്താ, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ എന്താ സെന്ററിന് മാത്രമാണ് വർക്ക് ചെയ്യാൻ പറ്റുക. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ സ്റ്റേറ്റിന് മാത്രം എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, സ്റ്റേറ്റ് ആണ് പ്രധാനമായിട്ട് വർക്ക് ചെയ്യുക. കൺകറന്റ് ലിസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? സെന്ററിനും സ്റ്റേറ്റിനും ഒരുമിച്ച് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ 1968 ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. ഓക്കെ, 42ാം ഭേദഗതി 1976 ഈ എഡ്യൂക്കേഷനെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വലിയ രീതിയിൽ എന്ത് ചെയ്തു, പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തു. എന്ത് പരിപാടി പ്ലാൻ ചെയ്തു? അതായത് എന്താ എന്താ അതിന്റെ പേരെന്താണ് ആക്ച്വലി, വലിയ തിയറിയെ കൊണ്ടുവന്നു. എന്നിട്ട് സ്റ്റേറ്റ്സിനോട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സ്റ്റേറ്റ്സ് എന്ത് പറഞ്ഞു? ഞങ്ങൾക്ക് പൈസ ഇല്ല, ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് സ്ലോ ആണ്. അപ്പൊ സെന്റർ സ്റ്റേറ്റിനോട് എന്ത് ചെയ്യണം? ചെയ്യൂ. ഓക്കെ, ചെയ്തില്ലെങ്കിൽ എന്ത് കിട്ടും? ശിക്ഷ കിട്ടും. എന്റെ റൂളാണ് ശാസനം, ഐ ആം ദി ബാഹുബലി എന്നാര് പറഞ്ഞു? സെന്റർ പറഞ്ഞു. അപ്പൊ സ്റ്റേറ്റ് എന്ത് പറഞ്ഞു? പടാ, ഓക്കെ, ബാഹുബലി അല്ല, ഒന്നുമല്ല. ഏത് ലിസ്റ്റ് ഉള്ളതാ? സ്റ്റേറ്റ് ലിസ്റ്റ് ഉള്ളതാ.
അങ്ങനെയെങ്കിൽ 1976 ഈ പരിപാടി ഒന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 42nd അമെന്റ്മെന്റ് 1976 കൊണ്ടുവന്നു. അതിൽ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. അതിൽ എന്ത് ചെയ്തു? എഡ്യൂക്കേഷനെ പിടിച്ച് എങ്ങോട്ടാക്കി? കൺകറന്റ് ലിസ്റ്റിലാക്കി. ഇപ്പൊ സ്റ്റേറ്റും ഉണ്ട് എന്നുണ്ട്, സെന്ററും ഉണ്ട്. അപ്പൊ സെന്റർ എന്ന് പറയാം ഐ ആം ദി ബാഹുബലി എന്ന് പറയാം. ആ രീതിയിൽ എന്ത് ചെയ്തു? കൊണ്ടുവന്നു. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ 1968 മുതൽ 1976 വരെ ഇത്രയും ഗംഭീരമായ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇംപ്ലിമെന്റേഷൻ എങ്ങനെയായിരുന്നു? വിചാരിച്ച പോലെ നടന്നില്ല. അത്രയും കാര്യം ഓക്കെ ആണോ? വിചാരിച്ച പോലെ എന്ത് ചെയ്തില്ല? നടന്നില്ല. ഓക്കെ. നമ്മൾ വിചാരിച്ചതൊന്ന്, നടന്നതെന്താ വേറെ. ക്ലിയർ അല്ലേ? അതെ. എങ്കിൽ നെക്സ്റ്റിലേക്ക് പോവാം. നമ്മൾ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞു. ഒന്നാമത്തെ ഭാഗം എന്തായിരുന്നു? അർബൻ റൂറൽ ഡിവൈഡ്. രണ്ടാമത്തെ ഭാഗത്തേക്ക് പോവാണ്. വുമൺ എഡ്യൂക്കേഷൻ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968. ഓക്കെ. അത് നമുക്കൊന്ന് നോക്കാം. അതെ. അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 എന്ന് പറയുന്നത് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം ഉണ്ടാക്കിയതാണ്. എന്റെ അമ്മ ഇത് പറഞ്ഞ് പറഞ്ഞ് കേട്ട് കേട്ട് മടുത്തു. ഓക്കെ അല്ലേ? കേട്ടോട്ടെ, കുഴപ്പമൊന്നുമില്ല, നോ പ്രോബ്ലം. ഓക്കെ. നമുക്ക് ഈ കാര്യങ്ങൾ ഒന്നുകൂടി മനസ്സിലാക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1966 എന്താ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ വുമൺ എംപവർമെന്റിനെ കുറിച്ച്, വുമൺ എഡ്യൂക്കേഷനെ കുറിച്ച് ഒരു വലിയ എസ്സേ തന്നെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു മിനിറ്റ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല, ഓക്കെ, എന്താ ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റി ഓൺ വുമൺ എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്തു? നോക്കി. അപ്പൊ ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റി ഓൺ വുമൺ എഡ്യൂക്കേഷൻ പ്രകാരം നമ്മൾ എന്ത് പറഞ്ഞു? ആക്ച്വലി സ്ത്രീകൾക്ക് എന്ത് കൊടുക്കണം? എഡ്യൂക്കേഷൻ കൊടുക്കണം. ആ കമ്മിറ്റി ഉണ്ടാക്കിയിരിക്കുന്നത് 1958 എങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 വുമൺ എഡ്യൂക്കേഷനെ കുറിച്ച് 2 കമ്മിറ്റിയുടെ എന്താ റിപ്പോർട്ട് അവര് എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ കമ്മിറ്റി ആബ്സല്യൂട്ട്ലി ആരാ? കോത്താരി കമ്മീഷൻ 1964 to 66. രണ്ടാമത്തെ കമ്മിറ്റി ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റി ഓൺ വുമൺ എഡ്യൂക്കേഷൻ 1958. ഓക്കെ അല്ലെ? ആദ്യമായിട്ട് വുമൺ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സ്വതന്ത്ര ഇന്ത്യയിൽ, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയിട്ടുള്ള കമ്മീഷന്റെ പേരാണ് എന്ത്? ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റി ഓൺ വുമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എങ്കിൽ ഈ കമ്മിറ്റിയുടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന്, വുമൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാം ആണ്. അതൊരു ഡെമോഗ്രാഫിക് ചേഞ്ച് കൊണ്ടുവരും, എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരും, സോഷ്യൽ ജസ്റ്റിസ് കൊണ്ടുവരും. അതെന്താ സാർ അങ്ങനെയുള്ളത്? ഓക്കെ. പണ്ട് തൊട്ടേ പുരുഷന്മാരെ കൊണ്ട് പഠിക്കൂ, ജോലി ചെയ്യൂ എന്നാണ് പറയുക. സ്ത്രീകളെ കൊണ്ട് പഠിക്കണ്ട, വീട്ടിലിരിക്കൂ എന്നാണ് എന്ത് ചെയ്യുക? പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ. എങ്കിൽ സ്ത്രീകൾക്ക് എന്താ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഒരു പണിയുള്ള പരിപാടിയാണ്. ആദ്യം അവരെ പുറത്തു കൊണ്ടുവരണം, അതുകൊണ്ട് എന്ത് ചെയ്യാം? പഠിപ്പിക്കണം. അതിന് ഒരുപാട് സൊസൈറ്റിയിൽ ഇഷ്യൂ ഉണ്ടാവും. ആ ഇഷ്യൂ മുഴുവൻ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എങ്കിൽ സ്ത്രീകൾക്കുള്ള സോഷ്യൽ ജസ്റ്റിസ് ആണ്, സാമൂഹ്യ നീതിയാണ് എന്ത്? എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു സ്ത്രീ എഡ്യൂക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വീട് മൊത്തം എന്ത് ചെയ്യും? ബെറ്റർ ആവുന്നതായിരിക്കും. ഓക്കെ. എങ്കിൽ എക്കണോമി എന്ത് ചെയ്യും? വളരുന്നതായിരിക്കും. ഡെമോഗ്രാഫിക്കൽ ചേഞ്ച് വരും. ഡെമോഗ്രാഫിക്കൽ ചേഞ്ച് വരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഓഫീസിൽ പോകുന്നു, മൊത്തം പുരുഷന്മാർ. അത് മാറിയതിനു ശേഷം അവിടേക്ക് ആര് വരും? സ്ത്രീകൾ വരുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില പ്രത്യേക ജോലികൾ മാത്രം, ഫോർ എക്സാമ്പിൾ ടീച്ചർ, നേഴ്സ്, ഓക്കെ, പിന്നെന്താ റിസപ്ഷനിസ്റ്റ്, ഓക്കെ, എന്നൊക്കെ പറയുന്ന പോസ്റ്റിൽ മാത്രം എന്ത് ചെയ്യും? സ്ത്രീകൾ വരുന്നത് മാറിയിട്ട് എല്ലാ സ്ഥലത്തും എന്ത് വരും? സ്ത്രീകൾ വരുന്നതായിരിക്കും. സോ ഇഫ് യു വാണ്ട് ഡെമോഗ്രാഫിക് ചേഞ്ച്, ഇഫ് യു വാണ്ട് എക്കണോമിക് ഗ്രോത്ത്, ഇഫ് യു വാണ്ട് സോഷ്യൽ ജസ്റ്റിസ്, ഒക്കെ എന്ത് ചെയ്യുക? ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റി ഓൺ വുമൺ എഡ്യൂക്കേഷൻ അനുസരിച്ചും കോത്താരി കമ്മീഷൻ അനുസരിച്ചും നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968 എന്തൊക്കെ പറയുന്നു എന്നുള്ളത് എന്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടി പോകും. ക്ലിയർ അല്ലേ? ഡൺ അല്ലേ? ഓക്കെ. എങ്കിൽ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ് ദ നാഷണൽ കമ്മിറ്റി ഓൺ വുമൺസ് എഡ്യൂക്കേഷൻ 1958. ഓക്കെ. അപ്പൊ നാഷണൽ കമ്മിറ്റി ഓൺ വുമൺ എഡ്യൂക്കേഷൻ 1958ന്റെ ലീഡർ ആയിരുന്നു, അല്ലെങ്കിൽ എന്താ അതിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ദുർഗാബായ് ദേശ്മുഖ്. ആരാണ് ഈ ദുർഗാബായ് ദേശ്മുഖ് എന്ന് പറയുന്നത്? ദുർഗാബായ് ദേശ്മുഖ് എന്ന് പറയുന്നത് ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി മാത്രമല്ല, നമ്മുടെ ഭരണഘടനാ അസംബ്ലി, കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിലെ വുമൺ മെമ്പേഴ്സിൽ ഒരു പ്രധാനപ്പെട്ട മെമ്പർ ആയിരുന്നു ദുർഗാബായ് ദേശ്മുഖ്. ഓക്കെ. ഇവരെയാണ് നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട്
വേണ്ടിയിട്ട് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ എന്താ ഒരു ജെൻഡർ ഡിസ്പാരിറ്റി, സ്ത്രീകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഏതില് എഡ്യൂക്കേഷണൽ ഗ്യാപ്പ് ബിറ്റ്വീൻ ബോയ്സ് ആൻഡ് ഗേൾസ്, അതിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കോംപ്രിഹെൻസീവ് കമ്മിറ്റി ഉണ്ടാക്കിയത് 1958-ലാണ്. ഈ കമ്മിറ്റി പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം, ആക്ച്വലി പെൺകുട്ടികളെ സ്കൂളിലോട്ട് കൊണ്ടുവരണം. ഓക്കെ, ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ നടന്നു കഴിഞ്ഞാൽ സ്കൂൾ എന്ത് ചെയ്യും, റവല്യൂഷൻ നടക്കും. ഏതില്, ഗേൾസ് എഡ്യൂക്കേഷനിൽ. കണ്ണല്ലേ? ഓക്കെ, എങ്കിൽ എന്തൊക്കെയാണ് റെക്കമെൻഡേഷൻ നമ്പർ 1, കരിക്കുലം. ഓക്കെ, ഇനി കരിക്കുലം എന്തായിരിക്കണം, ബോയ്സിനും ഗേൾസിനും പ്രൈമറി ലെവലിൽ കോമൺ ആയിരിക്കണം. അതെന്താ സാറേ 1968 മുമ്പ് ബോയ്സ് ആൻഡ് ഗേൾസിന് കരിക്കുലത്തിൽ ഡിഫറൻസ് ഉണ്ടായിരുന്നോ? തീർച്ചയായും ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഗേൾസിനെ കൊണ്ട് നമ്മൾ എന്താ പറയുക, ആക്ച്വലി ഹോം സയൻസ് പഠിക്കാനാണ് പറയാ. ഹോം സയൻസ് പറഞ്ഞാൽ എന്താ, ഇന്ന് 2026 ലക്ഷങ്ങൾ സാലറി കിട്ടുന്ന ഒരു ഗംഭീര സാധനമാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഓക്കെ, അത് സോറി, പണ്ട് അങ്ങനെയല്ല. ഹോം സയൻസ് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, വീട് നോക്കുക, വീട് വൃത്തിയായി വെക്കുക, പാത്രങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് വെക്കുക, കുക്ക് ചെയ്യാൻ അറിയാൻ നോക്കുക, ഇങ്ങനെയുള്ള പരിപാടിയാണ്. ഇതാണ് പെൺകുട്ടികളെ കൂടുതലായിട്ട് എന്ത് ചെയ്യുക, പഠിപ്പിക്കുക പ്രൈമറി ലെവലിൽ. ഓക്കെ അല്ലെ? അത് മാറ്റിയതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണം, പെൺകുട്ടികളെയും വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കണം എന്നാര് പറഞ്ഞു, ദുർഗാബായി ദേശ്മുഖ് പറഞ്ഞു. ഓക്കെ അല്ലെ? അതിനു വേണ്ടി നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കോഴ്സാണ് ടൈലറിംഗ് ടീച്ചിങ്. അയ്യോ ഇതെന്താ, പെൺകുട്ടികളെ എന്ത് ചെയ്യാൻ പോവാണ്, ടൈലറിംഗ് ആക്കാൻ പോവാണ്, അങ്ങനെ വർക്ക് ചെയ്യുള്ളൂ. എന്റെ മക്കളെ ആദ്യം ഒന്ന് നിക്കട്ടെ. ഓക്കെ അല്ലെ? എന്നിട്ട് ആദ്യം ഒന്ന് ഇരിക്കട്ടെ, എന്നിട്ട് വേണം എന്ത് ചെയ്യാൻ, കാല് നീട്ടാൻ. കറക്റ്റ് അല്ലേ? നിന്നിട്ട് കാല് നീട്ടാൻ പറ്റില്ല. ആദ്യം ഒന്ന് ഇരിക്കട്ടെ. അപ്പൊ ആദ്യം കുട്ടികൾ എന്ത് ചെയ്യട്ടെ, സ്കൂളിലോട്ട് വരട്ടെ. സ്കൂൾ ചലേഹം, അവർ സ്കൂളിലോട്ട് വരട്ടെ. വന്നതിന് ശേഷം എന്ത് ചെയ്യട്ടെ, ബോയ്സും ഗേൾസും ഒരേ എന്താ കോച്ചിങ് പഠിക്കട്ടെ. എന്നിട്ട് തൽക്കാലത്തേക്ക് അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിലറിംഗ് ആയാലോ ടീച്ചിങ് ആയാലോ അങ്ങനെയുള്ള വൊക്കേഷണൽ ട്രെയിനിങ് പഠിക്കട്ടെ. പഠിച്ചതിന് ശേഷം നമുക്ക് അവരെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാം, ബാക്കിയുള്ളത്തേക്ക് കൊണ്ടുവരാം. ആദ്യം അടിത്തറയിടട്ടെ മക്കളെ. എന്നിട്ട് അതായത് നിങ്ങൾ ചാടിക്കയറി പറയും ടൈലറിംഗ് ആണോ പഠിപ്പിക്കുന്നത്, ടീച്ചിങ് ആണോ പഠിപ്പിക്കുന്നുള്ളത്. വർഷം 1968ആണ്. നമ്മൾ ബേസ്മെന്റ് ഇടാൻ വേണ്ടി പോവാണ്. ബേസ്മെന്റ് സ്ട്രോങ് ആയാലേ വീട് എന്താവുള്ളൂ, വലിയ നിൽക്കുള്ളൂ. ഒരുപാട് കാലത്തേക്ക് എന്ത് ചെയ്യുള്ളൂ, നിൽക്കുള്ളൂ. അത്രയും കാര്യം മനസ്സിലായോ? എങ്കിൽ നമ്മൾ പറഞ്ഞു ദുർഗാബായ് ദേശ്മുഖ് കമ്മിറ്റി എന്ത് പറഞ്ഞു ആക്ച്വലി. ഓക്കെ അല്ലെ? സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഗേൾസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്. ഓക്കെ, റെഡി ആകുന്നു. 1 സെക്കൻഡ്. ഓക്കെ, സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ പ്രോബ്ലമാണ്. അതൊരു സ്പെഷ്യൽ പ്രോബ്ലമായി തന്നെ ട്രീറ്റ് ചെയ്യണം. കാരണം സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്കണോമി വളരുള്ളൂ. ഓക്കെ, സ്ത്രീകൾ എഡ്യൂക്കേഷൻ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വീട് ബെറ്റർ ആവുള്ളൂ. സ്ത്രീകൾ എഡ്യൂക്കേഷൻ വന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആക്ച്വലി. ഓക്കെ, നമുക്ക് എന്താ സോഷ്യൽ ജസ്റ്റിസ് കിട്ടുള്ളൂ. എന്താ സാറേ സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ വന്നാൽ മാത്രമേ കാര്യം നടക്കുള്ളൂ എന്ന് പറയുന്നത്? അങ്ങനൊന്നും ഇല്ലല്ലോ. നിങ്ങൾ UN ഇൻഡെക്സിലെ ഒക്കെ അല്ല ഏറ്റവും സന്തോഷകരമായ രാജ്യം, ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ, അതേപോലെ എന്താണ് ആക്ച്വലി ഏറ്റവും കൂടുതൽ എന്താ സ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങൾ, ഇതൊക്കെ എടുക്കുക. ഈ ഹെൽത്തിലുള്ള ബെറ്റർ രാജ്യം, ഇതെല്ലാം എടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ എന്തായിരിക്കും, ഇമ്പോർട്ടൻസ് ആയിരിക്കും. സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം, ഏത് ജോലി വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അവർ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഒക്കെ അവർക്ക് എന്താ എഡ്യൂക്കേഷൻ ഒരു പ്രശ്നം ഉണ്ടാവില്ല. വെസ്റ്റേൺ കൺട്രീസ് എടുക്കുക. ഈ ലിസ്റ്റിൽ മുഴുവൻ വരുന്ന രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ കൺട്രീസ്. എന്താണ് സാറേ സ്കാൻഡിനേവിയൻ കൺട്രീസ്? സ്വീഡൻ, നോർവേ അങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കും ഉണ്ടാവുക. ഓക്കെ അല്ലെ? സ്വിറ്റ്സർലാൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളാണ് എല്ലാത്തിലും എന്തുണ്ടാവുക, ടോപ്പ് ഉണ്ടാവുക. ഈ രാജ്യങ്ങളെല്ലാം കോമൺ ഫാക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ കാര്യം എന്തായിരിക്കും, സ്ത്രീകളുടെ ഡെവലപ്മെന്റ് വളരെ ഹൈ ആയിരിക്കും. അപ്പൊ സ്ത്രീകളുടെ ഡെവലപ്മെന്റ് വളരെ ഹൈ ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ സൊസൈറ്റി എന്തായിരിക്കും, ഡെവലപ്ഡ് ആയിരിക്കും. മനസ്സിലായോ? അത് തിയറിറ്റിക്കലി പ്രൂവൺ ആണ്, പ്രാക്ടിക്കലി പ്രൂവൺ ആണ്. എങ്കിൽ അതേ കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. അതോ അങ്ങനെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ത്യയെ ഒരു ഡെവലപ്പ് കൺട്രി ആക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിലായോ? ഓക്കെ അല്ലെ? ഇനി അടുത്തത് ഇൻസെന്റീവ്സ് ആൻഡ് ഫെസിലിറ്റീസ് കൊടുക്കണം. എന്തിനാ സാറേ? സ്ത്രീകൾ പെൺകുട്ടികൾ സ്കൂളിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കണം. കറക്റ്റ്, സ്കോളർഷിപ്പ് കൊടുത്താലേ അവർക്ക് വരാനുള്ളതെന്ന് ഉണ്ടാവുള്ളൂ, അതൊരു സംഭവം ഉണ്ടാവും. ഇനി നമ്മൾ സ്കൂൾ മദേഴ്സിനെ ഹയർ ചെയ്യണം. എന്തുകൊണ്ടാണ് സ്കൂൾ മദേഴ്സിനെ ഹയർ ചെയ്യുന്നത്? ടീച്ചർ ഇല്ല. ഓക്കെ, ആ ടീച്ചർ ഇല്ലാത്ത സ്ഥലത്ത് മെയിൽ ടീച്ചറാണ് ഉള്ളത് വിചാരിക്കൂ, പുരുഷ ടീച്ചറാണ് ഉള്ളത്. ആദ്യമായിട്ട് ഫീമെയിൽ സ്റ്റുഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടി പോവാണ്. വീട്ടിൽ വിടുവോ? ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ ഫീമെയിൽ ടീച്ചറോട് നമ്മൾ അവിടെ പോകും, ആദ്യം ഒരു പഠിപ്പിക്കണ്ടേ? എല്ലാ സ്ഥലത്തും ഫീമെയിൽ ടീച്ചർ ഇല്ലല്ലോ. എങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം സ്കൂൾ മദേഴ്സിനെ ഹയർ ചെയ്യും. ആ സ്കൂൾ മദേഴ്സിനെ ഹയർ ചെയ്തതിനു ശേഷം അവർക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രെയിനിങ് കൊടുക്കും. ആ ട്രെയിനിങ് കൊടുത്തപ്പോൾ അവർക്ക് അറിയാം വീട്ടിലുള്ള അവിടെയുള്ള ഏതോ കുട്ടിയുടെ അമ്മയാണ്. അങ്ങനെ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ആ അമ്മയ്ക്ക് 2 കുട്ടിയുണ്ട്.
രണ്ട് കുട്ടി ഉണ്ടെങ്കിൽ ഒരു കുട്ടി സ്കൂളിലാണ്, ഒരു കുട്ടി എന്താ വീട്ടിലാണ്, ചെറിയ കുട്ടിയാണ് എങ്കിൽ ആ കുട്ടിക്ക് ചൈൽഡ് കെയറും കൊടുക്കണം, എന്താ ക്രെച്ചെ ഫെസിലിറ്റീസും കൊടുക്കണം. എന്താണ് സാറേ ക്രെച്ചെ ഫെസിലിറ്റി എന്ന് വെച്ചാൽ ഈ പരിപാടി? ഇത് നമുക്കറിയാം, LKG UKG എന്താ ഡേ കെയർ സെന്റർ, അങ്ങനെയല്ല. ഇത് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവരുടെ കയ്യിൽ ചെറിയ കുട്ടി എന്ന് വിചാരിക്കും. ആ ചെറിയ കുട്ടിയെ വീട്ടിൽ വെച്ചിട്ട് വരാൻ വേണ്ടി പറ്റില്ല, അത് ആ പ്രശ്നമായിരിക്കും. എങ്കിൽ ഓഫീസിന്റെ അടുത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ, ഹെൽത്ത് ക്രച്ചെ ഫെസിലിറ്റീസ്. മനസ്സിലായോ? അപ്പൊ ഈ സ്കൂൾ മദേഴ്സിന് നമ്മൾ ചൈൽഡ് കെയറും ക്രച്ചെ ഫെസിലിറ്റീസും കൊടുക്കുന്നതായിരിക്കും. എന്നാലല്ലേ അവർ വരുള്ളൂ. ഓക്കെ, ഇങ്ങനെയുള്ള ഫീമെയിൽ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കൂൾ മദേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എന്ത് നടക്കുള്ളൂ, എന്താ പറയാ, അവിടെ പെൺകുട്ടികൾ വരുള്ളൂ. ഇനി പെൺകുട്ടികൾ വരണമെങ്കിൽ അവർക്ക് എന്താ, അവർക്കൊരു സ്കോളർഷിപ്പ് കൂടെ കൊടുക്കുകയാണെങ്കിൽ അവർ വരാൻ വേണ്ടി എന്താവും, പ്രോസസ് ശരിയാവില്ലേ? ഓക്കെ, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കണം. എന്താണ് സാർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പേര്? കൗൺസിൽ ഫോർ വുമൺ എഡ്യൂക്കേഷൻ. ഇത് രണ്ട് സ്ഥലത്ത് ഉണ്ടാക്കണം, ഒന്ന് സെന്ററിൽ, ഒന്ന് സ്റ്റേറ്റിൽ. സാർ മനസ്സിലായില്ല? മനുഷ്യാവകാശ കമ്മീഷൻ ഉണ്ട്, കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. വിവരാവകാശ കമ്മീഷൻ ഉണ്ട്, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. വനിതാ കമ്മീഷൻ ഉണ്ട്, കേന്ദ്ര വനിതാ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ. മതി മതി, മനസ്സിലായി? അതന്നെ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന്റെ പേരാണ് കൗൺസിൽ ഫോർ വുമൺ എഡ്യൂക്കേഷൻ. ഇത് രണ്ട് സ്ഥലത്ത് ഉണ്ടാക്കണം. സെന്റർ ലെവലില് സെന്റർ കൗൺസിൽ ഫോർ വുമൺ എഡ്യൂക്കേഷൻ, സ്റ്റേറ്റ് ലെവലില് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വുമൺ എഡ്യൂക്കേഷൻ. ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ എന്ന് അവരെന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. ഉറപ്പ് വരുത്തേണ്ട ആരുടെ ചുമതലയാണ്? അവരുടെ ചുമതലയാണ്. അത്രയും കാര്യം മനസ്സിലായോ? ഡണ്ണല്ലേ? ഓക്കെ, എങ്കിൽ അടുത്തതാണ് ടീച്ചർ റെപ്രസെന്റേഷൻ. ടീച്ചർ റെപ്രസെന്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്മിറ്റി പറഞ്ഞു ഫീമെയിൽ ടീച്ചേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, എന്നിട്ട് ഫീമെയിൽ ടീച്ചേഴ്സിനെ ഹയർ ചെയ്യണം. അപ്പൊ ആളുകൾ ചോദിച്ചു, ഇപ്പൊ എങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം? ഇപ്പൊ അവർ പഠിപ്പിച്ചിട്ടേ ഇല്ലല്ലോ, എങ്ങനെ എത്രയും ഫീമെയിൽ ടീച്ചറെ ക്രിയേറ്റ് ചെയ്യാം? അപ്പൊ അവര് പറഞ്ഞു, അതല്ല മുമ്പ് ഞാൻ പറഞ്ഞത്, സ്കൂൾ മദേഴ്സ് എന്ത് ചെയ്യുക, കപ്പാസിറ്റി കൊടുക്കുക, എന്നിട്ട് അവർക്ക് ചൈൽഡ് കെയർ ഒന്ന് കൊടുക്കുക, കച്ച ഫെസിലിറ്റിയും കൊടുക്കുക. കറക്റ്റ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ആ ഫീമെയിൽ ടീച്ചേഴ്സിനെ നമ്മൾ ഹയർ ചെയ്തതിനു ശേഷം അവർ നമ്മൾ പഠിപ്പിക്കും. എന്നിട്ട് പെൺകുട്ടികളെ പഠിപ്പിച്ചിട്ട് ടെക്നിക്കൽ എഡ്യൂക്കേഷനിലും അവരെ എത്തിക്കും. ഓക്കെ, അഡൾട്ട് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യും, അവരെ എത്തിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കോളേജിൽ പോയാലും അവിടെ പെൺകുട്ടികൾ ഉണ്ടാവും, ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടാവും. ഏതൊരു ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാലും എന്ത് ചെയ്യും, അവിടെ പെൺകുട്ടികൾ ഉണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. ഓക്കെ അല്ലെ? ഏതൊരു എന്താ പറയാ ഡിഗ്രി കോളേജിൽ പോയാലും അവിടെ പെൺകുട്ടികൾ ഉണ്ടാവും, എന്നുണ്ടാവും, ടീച്ചേഴ്സ് ഉണ്ടാവും. മനസ്സിലായ? മനസ്സിലായ? ഓക്കെ അല്ലെ? ഈ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലേ? ഓക്കെ, എഞ്ചിനീയറിംഗ് കോളേജ് നോക്കൂ, ഫീമെയിൽ ടീച്ചേഴ്സ് ഇല്ലേ, പെൺകുട്ടികളില്ലേ? ഓക്കെ അല്ലെ? മെഡിക്കൽ കോളേജ് നോക്കൂ, ഫീമെയിൽ ടീച്ചേഴ്സ് ഇല്ലേ, പെൺകുട്ടികളില്ലേ? PG കോളേജ് നോക്കൂ, ഇല്ലേ? സ്കൂൾസ് നോക്കൂ, എല്ലാ സ്ഥലത്തും ഇല്ലേ? നമ്മൾ കേരളം എന്ത് ചെയ്തു, അതിനൊരു സഫലമാക്കാതെ ആ കാര്യത്തിലേക്ക് എത്തി. പക്ഷെ ഇന്ത്യ അങ്ങനെ എത്തിയിട്ടില്ല. കേരള ഈസ് ഡിഫറെന്റ്. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഡണ്ണല്ലേ? ഓക്കെ, അപ്പൊ നിർദ്ദേശങ്ങൾ മനസ്സിലായില്ലേ? എങ്കിൽ ആ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വുമൺ എഡ്യൂക്കേഷന് എന്തൊക്കെ ചെയ്യാമെന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇത്രയും ദുർഗാബായ് ദേശ്മുഖ് പറഞ്ഞപ്പോ അവരെന്ത് ചെയ്തു, ഒരു ഡയലോഗ് അടിച്ചു. The education of girls should receive emphasis not only on the grounds of social justice but also because it accelerates social transformation. ഓക്കെ അല്ലെ? എന്ന് വെച്ചാൽ സാമൂഹ്യ നീതി കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടാണ്, സൊസൈറ്റി തന്നെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 എന്തുകൊണ്ട് വരുന്നത്, എന്താ പറയാ, സ്ത്രീകളുടെ വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് എന്ന ഡയലോഗ് അടിച്ചു. അതിനുവേണ്ടി അവർ ഒന്നാമത്തെ കാര്യം പറഞ്ഞു 10-year കോമൺ കരിക്കുലം. എന്ന് വെച്ചാൽ എന്താണ് ആക്ച്വലി, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർക്ക് എന്തായിരിക്കും, 10 വർഷം 1 to 10 ക്ലാസ് എന്തായിരിക്കും, കോമൺ കരിക്കുലം ആയിരിക്കും. ഓക്കെ അല്ലെ? 10-2-3 സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ, 10+2+3, ആദ്യം 10ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, അങ്ങനെയാണോ? അല്ല, ആദ്യം 10, +1+2, പിന്നെ ഡിഗ്രി. ഓക്കെ, ഇതിൽ പെൺകുട്ടികളായാലും അവരെ കൊണ്ട് എന്ത് ചെയ്യും, സയൻസും മാത്സും പഠിക്കും. സാർ ഇപ്പൊ പെൺകുട്ടികൾ സയൻസും മാത്സും പഠിക്കുന്ന ഒരു വലിയ കാര്യമാണോ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ അല്ല. 1968 ഇടയ്ക്കിടയ്ക്കാണ് നിങ്ങൾ 1968 കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് തോന്നും ഇപ്പൊ ഇതൊക്കെ എന്താ എന്നുള്ളത്. 1968 ഒരു പെൺകുട്ടി സയൻസ് പഠിക്കുക, മാത്സ് പഠിക്കുക എന്ന് പറയാൻ എന്താ ഗംഭീരമായ കാര്യമാണ്. കറക്റ്റ് അല്ലേ? ഓക്കെ, അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം നേരത്തെ അവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഹോം സയൻസ് സബ്ജക്ട് ആണ്. ഓക്കെ മക്കളെ, ഇതാണ് ഹോം സയൻസ് സബ്ജക്ട്. ഈ ഹോം സയൻസ് ഏരിയയിൽ എക്സസൈസ് സൈക്കോളജി ഉണ്ട്, ഹെൽത്ത് ഉണ്ട്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഉണ്ട്. ഇതെല്ലാം ഇപ്പോൾ പഠിക്കുന്ന സബ്ജക്ട് ആണ്. ഓക്കെ, മുമ്പ് ഹോം സയൻസ് സബ്ജക്ട് പറഞ്ഞ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, വീട് വൃത്തിയാക്കുക, എന്ത് ചെയ്യുക, സ്കൂൾ നോക്കുക. അപ്പൊ സ്കൂളില്
എന്തെങ്കിലും വൃത്തിയാക്കണം, ആരെ പഠിപ്പിക്കും? പെൺകുട്ടികളെ വിളിക്കും. സ്കൂളിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്യണം, ആരെ വിളിക്കും? പെൺകുട്ടികളെ വിളിക്കും. ഓക്കെ, എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാൻ ഹെൽപ്പ് വേണം, ആരെ വിളിക്കും? പെൺകുട്ടികളെ വിളിക്കും. അപ്പൊ ഡൊമസ്റ്റിക് ഹെൽപ്പും ഹോം സയൻസും ആണ് പഠിപ്പിച്ചിരുന്നത്. അങ്ങനെ പഠിച്ചിരുന്ന പെൺകുട്ടികളെ വിളിച്ചിട്ട് പോയിട്ട് എന്താ സയൻസ് പഠിക്ക്, മാത്സ് പഠിക്ക്, എഞ്ചിനീയർ ആവ്, ഡോക്ടർ ആവ് എന്നൊക്കെ ആര് പറഞ്ഞു? NEP 1968 പറഞ്ഞു. എന്തിന്റെ ബേസിൽ? ബേസ് നമ്പർ 1 കോത്താരി കമ്മീഷൻ തന്നെയാണ്. ബേസ് നമ്പർ പ്രധാനപ്പെട്ട ബേസ് ഏതാ? ദുർഗാബായ് ദേശ്മുഖ് കമ്മീഷൻ ഏത് വർഷം? 1958. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ നെക്സ്റ്റ്, യൂണിവേഴ്സൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്റെ കൂടെ പറഞ്ഞു. ഓക്കെ, എല്ലാത്തിലും തന്നെയാണ്. ഓക്കെ, ആർട്ടിക്കിൾ 45 പ്രകാരം എന്ത് കൊടുത്തു? ജാതി, മതം, ലിംഗഭേദം, ജന്മസ്ഥലം, എന്താ സാമ്പത്തികം, വംശം എന്നിവയുടെ ഒന്നും വ്യത്യാസമില്ല, അത് എല്ലാവർക്കും എന്ത് കൊടുക്കും? എഡ്യൂക്കേഷൻ കൊടുക്കും. ഓക്കെ അല്ലേ? എങ്കിൽ ഗേൾസ് വന്നു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും? ആക്ച്വലി അവർ ഡ്രോപ്പ് ഔട്ട് ആണ് സാധ്യത കൂടുതലാണ്. കാരണം എന്താ? കല്യാണം കഴിച്ചു കൊടുക്കും. ഓക്കെ, 1968 ആണെങ്കിൽ കല്യാണ ഏജ് വളരെ കുറവായിരിക്കും. അപ്പൊ പെട്ടെന്ന് വണ്ണം പോകും, പ്രത്യേകിച്ച് വില്ലേജസ്, റൂറൽ ഏരിയസിൽ, ട്രൈബൽ ഏരിയാസിൽ. അങ്ങനെയെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റണം. അത് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? കമ്പൽസറി ആയിട്ടുള്ള എഡ്യൂക്കേഷൻ പറഞ്ഞു. അടുത്താണ് നെയ്ബർഹുഡ് സ്കൂൾ സിസ്റ്റം. പെൺകുട്ടികളെ സ്കൂളിലേക്ക് വിടുക എന്ന് പറയുന്നത് തന്നെ 1968 വമ്പൻ കാര്യമാണ്. അതിനിടയ്ക്ക് സ്കൂൾ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് ദൂരെയാണെങ്കിൽ എന്ത് ചെയ്യും? പ്രശ്നം വരും. അതിനു വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് അവരുടെ പെൺകുട്ടികളെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? പ്രൈമറി സ്കൂൾസ്. ഓക്കെ, എവിടെയാണോ അവരുള്ളത് അതിന്റെ അടുത്ത് എന്ത് ചെയ്യും? കൊണ്ടുവരും. ഓക്കെ അല്ലെ? ആൾട്ടർനേറ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ലേണിംഗ്. എന്തൊക്കെ പറഞ്ഞാലും പെൺകുട്ടികൾ വീട്ടിൽ എന്ത് ചെയ്യണം? പണിയെടുക്കണം. കറക്റ്റ്. എന്തൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ കല്യാണം കഴിച്ച് പോണ്ടി വരും. അങ്ങനെയെങ്കിൽ ആ എഡ്യൂക്കേഷൻ പാർട്ട് ടൈമായി ചെയ്താൽ മതി, കറസ്പോണ്ടന്റ് ആയി ചെയ്താൽ മതി. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക? പറ്റുന്ന സമയത്ത് വന്ന് ചെയ്യുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? കറസ്പോണ്ടന്റ് ആയി ചെയ്യുക. ഇപ്പോൾ മനസ്സിലായോ എന്തുകൊണ്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 എന്ത് പറഞ്ഞത്? പാർട്ട് ടൈം എഡ്യൂക്കേഷൻ ആണെങ്കിലും കറസ്പോണ്ടന്റ് കോഴ്സ് ആണെങ്കിലും അത് എന്തിന് ഈക്വൽ ആണ്? ഫുൾ ടൈം കോഴ്സിന് ഈക്വൽ ആണ് എന്ന് പറയാനുള്ള കാര്യം മനസ്സിലായോ? അത് ആർക്ക് വേണ്ടിയാണ്? പ്രത്യേകിച്ച് ആർക്ക് വേണ്ടിയിട്ടാണ്? വുമണിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായില്ലേ? രണ്ടാമത് SC/STക്ക് വേണ്ടിയിട്ടാണ്. ക്ലിയർ? ഡൺ അല്ലേ? ഓക്കെ, എങ്കിൽ എന്റെ ചോദ്യം, എന്താണ് ഇതിന്റെ ചലഞ്ചസ്? നിങ്ങൾ നന്നായിട്ട് അറിയാം. കയ്യിലും പൈസ ഇല്ല. ഓക്കെ, അപ്പൊ ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട്, നയാ പൈസ ഇല്ല, കയ്യിൽ നയാ പൈസ ഇല്ല. ഇതാണ് പ്രശ്നം. അത് മാത്രമല്ല പ്രശ്നം, കയ്യിൽ പൈസ ഇല്ല. വുമൺ ഡെവലപ്മെന്റിന് സെപ്പറേറ്റ് ഫണ്ട് ഇല്ല. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഇത്ര ഫണ്ട് വേണമെന്ന് വുമൺ ഡെവലപ്മെന്റ് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കണ്ടേ? അപ്പൊ എന്റെ ചോദ്യം, പഴഞ്ചൊല്ല് എന്താ? തെറ്റുപറ്റാതെ ആരുമില്ല പോകും. കറക്റ്റ് അല്ലേ? നമ്മളെപ്പോ ഈ പ്രശ്നം തീർക്കും? ഇനി വരാൻ പോകുന്ന 1986-ലും 2020-ലും എന്ത് ചെയ്യുന്നു? പ്രശ്നം തീർക്കുന്നതായിരിക്കും. ഓക്കെ, ഡൺ അല്ലേ? തീർക്കുന്ന വെച്ചാൽ മൊത്തമായി തീർക്കുമോ? ഇല്ല, കഴിയുന്നത് തീർക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം, പ്രധാന പ്രശ്നം എന്താ? ഫണ്ട് ഇല്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. രണ്ടാമത്തെ പ്രധാന പ്രശ്നമാണ് പാട്രിയാർക്കൽ ബിലീഫിനെ അഡ്രസ് ചെയ്യുക. അതായത് എന്തൊക്കെ പറഞ്ഞാലും സ്കൂളിലേക്ക് കുട്ടികൾ വരണം. സ്കൂള് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം പെൺകുട്ടികൾ വരില്ല. ആദ്യം സൊസൈറ്റി നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്യണം. ഓക്കെ അല്ലെ? സൊസൈറ്റിയെ ചേഞ്ച് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്കൂളിൽ കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതായത് സ്കൂൾ അവിടെ കൊണ്ട് വെച്ച ഉടനെ എല്ലാവരും വന്നിട്ട് എന്താ സ്കൂളിലോട്ട് വരുമെന്ന് വിചാരിക്കാൻ പറ്റില്ല. നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം, നമുക്ക് പറ്റിയ തെറ്റ്, നമ്മൾ ആക്റ്റീവ് ആയിട്ട് സോഷ്യൽ ക്യാമ്പയിൻസ് ചെയ്തില്ല. സ്കൂൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? കോൺസെൻട്രേറ്റ് ചെയ്തു. പക്ഷെ പെൺകുട്ടികളെ പുറത്തു കൊണ്ടുവരുന്നത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ആ തെറ്റ് നമ്മൾ എന്ത് ചെയ്യും? തിരുത്തണം. ഓക്കെ, ടീച്ചർ ഡെഫിസിറ്റ്. നിങ്ങൾക്ക് അറിയാം, ടീച്ചറേ ഇല്ല റൂറൽ ഏരിയസിൽ. അതിനിടയിൽ എങ്ങനെയാ ഫീമെയിൽ ടീച്ചേഴ്സ് ഉണ്ടാവുക? കറക്റ്റ് അല്ലേ? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ ഫീമെയിൽ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ എങ്ങനെയാ പെൺകുട്ടികൾ വരിക? വരില്ലല്ലോ. നെക്സ്റ്റ് പ്രശ്നം, ദ പാസീവ് സ്റ്റാൻസ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് അല്ല, എംപവർമെന്റ്. എന്താണ് ഈ പാസീവ് സ്റ്റാൻസ് ഓഫ് എംപവർമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി പ്രകാരമാണ് ഒന്ന് കൊടുക്കുന്നത് നമ്മൾ പഠിച്ചു. ഓക്കെ, 1968-ലെ പോളിസി ഈ വുമണിന് ഇത് കിട്ടാൻ പോകുന്ന ഒരു ബെനിഫിഷ്യറി ആയിട്ടാണ്, അവരെന്താ ഔദാര്യമായിട്ടാണ് കണക്കാക്കിയത്. പക്ഷെ ആളുകൾ പറഞ്ഞു ഇതൊരു ഔദാര്യമല്ല, ഇതെന്താണ്? എന്താണ് ആക്ച്വലി? അവരുടെ അവകാശമാണ്. എഡ്യൂക്കേഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരുടെങ്കിലും ഔദാര്യത്തിൽ കിട്ടുന്ന ഒരു പരിപാടിയല്ല. എന്താണ്? അവരുടെ അവകാശമാണ് എന്ന് പറഞ്ഞു. ഓക്കെ അല്ലെ? പക്ഷെ ആദ്യം ഇതിനൊരു ഔദാര്യമായിട്ടാണ് കണക്കാക്കിയത്. ഔദാര്യമാണെങ്കിൽ ആരുടെയോ എന്താ സിറ്റുവേഷനിൽ കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. അവകാശമാണെങ്കിൽ എന്താ? ആരുടെയോ സിറ്റുവേഷനിൽ വേണ്ട. ഇത് ഔദാര്യമല്ല, ഇത് അവകാശമാണ്, ഇത് പ്രോആക്റ്റീവ് ആണ് എന്ന് പറഞ്ഞ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് 1986-ലെ പോളിസി. മനസ്സിലായ? ഓക്കെ, 1986-ലെ പോളിസിയാണ് പറഞ്ഞിരിക്കുന്നത്.
അത് ഞാൻ പറഞ്ഞു, തെറ്റ് പറ്റും, തിരുത്തും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, തിരുത്തുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 1968 വുമൺ എംപവർമെന്റിന് വേണ്ടി എന്തൊക്കെ പറഞ്ഞു, അത് പിന്നീട് അതിനെങ്ങനെ തിരുത്തി. ഓക്കെ, നമുക്ക് തെറ്റുപറ്റിയോ, തെറ്റുപറ്റിയതിനെ എങ്ങനെ തിരുത്തി, ഒരു കമ്പാരിറ്റീവ് അനാലിസിസ് ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ല? അത്രയും കാര്യം ഓക്കെ ആണെങ്കിൽ ഒന്നാമത്തെ ഭാഗം കരിക്കുലർ ഇന്റന്റ്. കരിക്കുലത്തെ കുറിച്ച്, അതായത് വുമണിന് വേണ്ടിയിട്ടുള്ള കരിക്കുലത്തെ കുറിച്ച് നമ്മൾ 1968 NP എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? കോമൺ കരിക്കുലം. കറക്റ്റ്. സയൻസ് മാത്സ് ഉണ്ടാവും 10 വർഷം, 1 തൊട്ട് 10 വരെ ബോയ്സ് ഗേൾസ് എന്തായിരിക്കും, കോമൺ കരിക്കുലർ ആയിരിക്കും പഠിക്കാം. ഇനി 1986 2020 എന്താ പറഞ്ഞ, ആക്ച്വലി നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ തന്നെ മാറ്റണം. ഓക്കെ, പാട്രിയാർക്കൽ സ്റ്റീറോ ടൈപ്പിനെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അതെങ്ങനെ സാർ പാട്രിയാർക്കൽ സ്റ്റീറോ ടൈപ്പിനെ നമ്മൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്കിലൂടെ മാറ്റുക? ദ എക്സാമ്പിൾ 2006 ടെക്സ്റ്റ് ബുക്ക് നമുക്ക് എടുക്കാം. ഇവിടെ കുട്ടികൾ നോക്കുന്നു, എന്താ, അമ്മയുണ്ട്, അമ്മ എന്താ ചെയ്യുന്നത്, അടുക്കളയിൽ വർക്ക് ചെയ്യാണ്. ഇത് കാണുന്ന കുട്ടിക്ക് മൈൻഡിൽ ഒരു എന്ത് വന്നു, ഒരു സംഭവം വന്നു. എന്താ വന്നത്? അമ്മ എന്ന് വെച്ചാൽ വീട് നോക്കാനുള്ള ആളാണെന്ന് വന്നു. 2019 ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക. ഓക്കെ, ഇവിടെ 2014 മുമ്പേ വന്നിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കുക, എന്താ, അച്ഛനും അമ്മയും ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, കുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നു. കറക്റ്റ്. ഇനി അടുത്ത പരിപാടി, ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ, ആദ്യം ഒരു മിനിറ്റ് ഈ സാധനം ഞാൻ മുകളിൽ നോക്കട്ടെ. ഒരു ഡോക്ടർ എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ മൈൻഡിൽ വരിക ഒരു മെയിൽ ആയിരിക്കും. നേഴ്സ് എന്ന് വെച്ചാൽ എന്താ, എന്താ പറയാ, ഫീമെയിൽ ആയിരിക്കും. കറക്റ്റ്. പോലീസ് എന്ന് കേട്ട ഉടനെ മൈൻഡിൽ എന്താ വരിക, മെയിൽ ആയിരിക്കും. അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് ഡോക്ടർ കണ്ടോ, ഫീമെയിലിനെ കൊടുത്തു. പോലീസ് വുമൺ, അപ്പൊ വുമണിന് ഇങ്ങനെ ആവാന്ന് മനസ്സിലായി. ഓക്കെ അല്ലെ സാർ? ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് പാട്രിയാർക്കി എങ്ങനെയാ സാറേ പോവുക എന്ന് ചോദിക്കും. ഓക്കെ അല്ലെ? അപ്പൊ എനിക്കത് പറയാനുള്ളത്, നമ്മുടെ ഉള്ളിലെല്ലാം ഒരു നാഗവല്ലി ഉണ്ട്. ഓക്കെ, ആ നാഗവല്ലിക്ക് ട്രിഗർ ചെയ്യാൻ വേണ്ടുള്ളൂ. എന്ന് വെച്ചാൽ എന്താ, ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. നമ്മൾ കുട്ടികളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവും. ഈ കാര്യങ്ങളായിരിക്കും പിന്നീട് എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യാൻ പോകുന്നത്, നയിക്കാൻ വേണ്ടി പോകുന്നത്. എങ്കിൽ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ എന്ത് വരുന്നതായിരിക്കും, മാറ്റം വരുന്നതായിരിക്കും. ഒരു മാറ്റം വേണ്ടേ? ഒരു മാറ്റം ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലെ? എങ്കിൽ എന്റെ ചോദ്യം, നാഗവല്ലിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സണ്ണിക്കുട്ടൻ ഉണ്ടായിരുന്നു. എല്ലാപ്പോഴും സണ്ണിക്കുട്ടൻ വരാനില്ലല്ലോ. ഓക്കെ അല്ലെ? അപ്പോ നമ്മുടെ നാഗവല്ലി വരാനുള്ള ബേസ് കാരണം എന്തായിരുന്നു? ആ മുത്തശ്ശി കഥ പറഞ്ഞത് കറക്റ്റ് അല്ലേ? പണ്ട് തൊട്ടേ മുത്തശ്ശി കഥകൾ കേട്ട ഗംഗയിൽ ആ നാഗവല്ലി ആവാനുള്ള ഒരു ഇന്നുണ്ടായിരുന്നു, ഒരു ട്രിഗർ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ കഥ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എന്ന് സൈക്കോളജിക്ക് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. കറക്റ്റ്. ഓക്കെ, ഞാൻ സിനിമയിൽ പറഞ്ഞില്ലെങ്കിലും അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ചെറിയ കുട്ടികളെ കഥയിലൂടെ അല്ല പഠിപ്പിക്കുക. ഈ കഥകളിൽ മാറ്റം വരുമ്പോൾ എന്ത് വരുന്നതായിരിക്കും, പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ മാറ്റം വരും, പുരുഷാധിപത്യ സൊസൈറ്റിയിൽ മാറ്റം വരും. അങ്ങനെ മാറ്റം വന്നാൽ പെൺകുട്ടികൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് സ്കൂൾ വരും. അപ്പൊ നേരത്തെ നമുക്ക് തെറ്റുപറ്റി, ആ പറ്റിയ തെറ്റിനെ 1986 2020 നമ്മൾ എന്ത് ചെയ്തു, ശരിയാക്കാൻ വേണ്ടി ശ്രമിച്ചു. ക്ലിയർ? ഓക്കെ. ഇത് കേരള SCERT ബുക്കാണ്. നോക്കിയേ, ഒരു അടുക്കളയുണ്ട്. ആ അടുക്കളയിൽ ആൺകുട്ടിയും ഉണ്ട്, പെൺകുട്ടിയും ഉണ്ട്, അമ്മയും ഉണ്ട്, അച്ഛനും ഉണ്ട്. അമ്മയും കുക്ക് ചെയ്യുന്നു, അച്ഛൻ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ അല്ലെ? ആൺകുട്ടിയും അടുക്കളയിലോട്ട് വരുന്നു, പെൺകുട്ടിയും അടുക്കളയിലോട്ട് വരുന്നു. ഒരു പെൺകുട്ടിയുണ്ട്, അമ്മയുണ്ട്, അച്ഛൻ എന്ത് ചെയ്യുന്നു, വിളമ്പുന്നു. ഓക്കെ, എന്ന് വെച്ചാൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇന്ന വർക്ക് ഇന്ന ആൾക്ക് എന്നുള്ളത് എന്ത് ചെയ്യുന്നു, മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഇത് എവിടെ തുടങ്ങണം, വീടുകളും തുടങ്ങണം. ഇത് വീടിന് തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എഡ്യൂക്കേഷനിൽ വുമൺ എഡ്യൂക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. മനസ്സിലായ? ഓക്കെ അല്ല? ഇനി നമ്മുടെ കമ്പാരിറ്റീവ് പ്രോഗ്രസ്സിലെ രണ്ടാമത്തെ കാര്യം, ഓപ്പറേഷണൽ എക്സിക്യൂഷൻ. ഓക്കെ, അത് എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? NEP 1968 അപ്രോച്ച് പ്രകാരം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടു. അതെന്തുകൊണ്ടാണ് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിട്ടത്? അപ്പോൾ അത് കൺകറന്റ് ലിസ്റ്റിലല്ല, അപ്പോൾ എന്തിലാണ്, സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. 1980s 2020 വന്നപ്പോ 1976 തന്നെ എന്താ, കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയില്ലേ? എങ്കിൽ സെന്റർ ഡയറക്റ്റ് ആയി ചെയ്യാൻ വേണ്ടിയിട്ട് 1986 മഹിളാ സമഖ്യ എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാക്കി. 2020 ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഫണ്ട് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഡൺ അല്ലേ? എന്താണ് മഹിളാ സമഖ്യ എന്നുള്ളതും എന്താണ് ജെൻഡർ ഇൻക്ലൂഷൻ ഫണ്ട് എന്നുള്ള ഡീറ്റെയിൽ ഉള്ള കാര്യം അതാത് പ്രോപ്പർ എന്താ ആക്ട് എടുക്കും, നമുക്ക് ഡീറ്റെയിൽ എന്ത് ചെയ്യാം, പഠിക്കാം. ഇത്രയും മനസ്സിലായോ? തെറ്റുപറ്റി, തെറ്റ് നമ്മൾ എന്ത് ചെയ്തു, ശരിയാക്കി. അടുത്താണ് ഇൻസെന്റീവ് സ്ട്രാറ്റജി. ഇൻസെന്റീവ് സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താ,
യൂണിവേഴ്സൽ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും പഠിക്കാൻ വരുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ട്യൂഷൻ ഫീസ് വേണ്ട വെക്കാം. ട്യൂഷൻ ഫീസ് എന്താ, സ്കൂളിൽ പോകേണ്ട ഫീസ് വേണ്ട വെക്കാം എന്നതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1986ഉം 2020 പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ മാത്രം കാര്യമില്ല. ഓക്കെ, വെറും സ്കൂളിൽ ഫീസ് ഇല്ലാതുകൊണ്ട് പറഞ്ഞ കാര്യമില്ല. പെൺകുട്ടികൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഹോസ്റ്റൽ വേണം, ഫ്രീ ആയിട്ടുള്ള യൂണിഫോം കൊടുക്കണം. ഓക്കെ, ഇനി അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ബൈസിക്കിൾസ് കൊടുക്കണം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് കൊടുക്കണം. കൊടുക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബംഗാൾ, ബീഹാർ എന്നീ സ്ഥലങ്ങളിൽ ബൈസിക്കിൾ കൊടുക്കുന്നുണ്ട്. യൂണിഫോം ഫ്രീ ആണ്. ഓക്കെ, ദൂരെ നിന്നുള്ള കുട്ടികൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി ഫ്രീ ആണ്. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് സ്കോളർഷിപ്പ് കയ്യിൽ എന്ത് കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ വുമണിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, പെൺകുട്ടികൾ എന്തിനു വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ വരാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് നമ്മള് സ്കൂൾ ഫീസ് മാത്രമേ ഇല്ലെന്ന് പറഞ്ഞിട്ടുള്ളൂ, കയ്യിൽ പൈസ ഒന്നും കൊടുക്കില്ല. പിന്നീട് നമ്മൾ അതിനെ ചേഞ്ച് ചെയ്തു. അപ്പൊ വുമന്റെ എഡ്യൂക്കേഷണൽ ലെവൽ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? ഓക്കെ, അവിടെ വുമന്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന പരിപാടിയാണ് ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടിയിട്ടുള്ള പരിപാടി. ഓക്കെ, അപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബിനും എന്ത് പറഞ്ഞു, ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അത് ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം, കോത്താരി കമ്മീഷൻ. ഓക്കെ, കേട്ടിട്ട് മതിയായിട്ടുണ്ടാവും, നോ പ്രോബ്ലം. കോത്താരി കമ്മീഷൻ ഏത് വർഷം, 1964 to 1966. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ കോത്താരി കമ്മീഷൻ പറഞ്ഞു മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നവർക്ക് നമ്മൾ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചാരിറ്റി അല്ല. ഓക്കെ, അതെന്താ, നമ്മൾ സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റീസിനെ മാറ്റാൻ വേണ്ടി പോവാണ്. ഇതിലൂടെ മാത്രമേ നമുക്ക് എന്തുവരാൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ, നാഷണൽ ഇന്റഗ്രേഷൻ കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ സാർ, ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അങ്ങനെയെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 SC/ST കുറിച്ചുള്ള എഡ്യൂക്കേഷനെ കുറിച്ച് അവർ ഇങ്ങനെ എഴുതി, ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. സാർ അങ്ങനെ പറഞ്ഞാൽ എന്താ, നമ്മൾ അവർക്ക് ഇക്വാലിറ്റി കൊടുക്കും. എങ്ങനെയാണ് അവർക്ക് നമ്മൾ ഇക്വാലിറ്റി കൊടുക്കുക, അവർക്ക് നമ്മൾ നീതി ഉറപ്പാക്കും, അവർക്ക് നമ്മൾ ലീഗൽ സപ്പോർട്ട് ഉറപ്പാക്കും, അവർക്ക് എന്താ ഒരു ബാലൻസ് കൊണ്ടുവരും, എത്തിക്സ് ഉണ്ടാവും, ഫെയർ ആയ ട്രീറ്റ്മെന്റ് ആയിരിക്കും, അവരുടെ അവകാശങ്ങൾ ഉറപ്പിക്കും. സർ അങ്ങനെ പറഞ്ഞാൽ എന്താ, മനസ്സിലായില്ലല്ലോ. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്താണ് SC, എന്താണ് ST നമുക്ക് നോക്കാം. SC എന്ന് വെച്ചാൽ നമ്മുടെ ഇടയിൽ, ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ് പറയാ, നമ്മുടെ ഇടയിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ജീവിക്കുന്നത്. ഓക്കെ, അവർ ജനിച്ച ജാതിയുടെ അല്ലെങ്കിൽ അവർ ജനിച്ച മതമില്ലല്ലോ, അവർ ജനിച്ച ജാതിയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരെ മാറ്റി നിർത്തുന്നു. സാധാരണഗതിയിൽ നമുക്ക് നടക്കാൻ പറ്റുന്ന റോഡിലൂടെ അവർക്ക് നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. സാധാരണഗതി നമ്മൾ പോകുന്ന സ്കൂളിലേക്ക് അവർക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെ പോലെ സാധാരണ മനുഷ്യരായിട്ട് എന്ത് ചെയ്യുക, ജീവിക്കുക. അതുകൂടി അവർക്ക് പറ്റുന്നില്ല. അവരാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് വെച്ചാൽ എന്താ, ഇവരൊരു കാട്ടിലോ അല്ലെങ്കിൽ മരുഭൂമിയുടെ നടുവിലോ അങ്ങനെയായിരിക്കും ജീവിക്കുക. ഇവർക്ക് ലാലേട്ടൻ പറഞ്ഞ പോലെ എത്ര മനോഹരമായ ആചാരങ്ങൾ എന്നിട്ട് ഒരുപാട് ആചാരങ്ങൾ ഉണ്ടാവും. അവർക്ക് അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാവും. നമ്മളായിട്ട് അതിനുള്ളിൽ കയറിയിട്ട് അവരെന്ത് ചെയ്യണ്ട, കൊളവാക്കണ്ട എന്നേ അവർ പറഞ്ഞിട്ടുള്ളൂ. എന്ന് വെച്ചാൽ അവർക്ക് നമ്മളെപ്പോലെ ജീവിക്കാൻ യാതൊരു ആഗ്രഹവും ഇല്ല. കറക്റ്റ്. ഓക്കെ, അവരെ അവരുടേതായ രീതിയിൽ വിടുക, അവരെ കാട്ടിൽ എന്ത് ചെയ്യുക, നമ്മൾ കയറി ഇടപെട്ടിട്ട് പ്രശ്നം ഉണ്ടാക്കരുത് എന്നതിന്റെ പേരാണ് ST. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? SC/ST എന്ന് നമ്മൾ പറയുമെങ്കിലും നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും SCക്ക് സെപ്പറേറ്റ് പ്ലാനിങ് ആയിരിക്കണം, STക്ക് സെപ്പറേറ്റ് പ്ലാനിങ് ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, ഇക്വാളിറ്റി എങ്ങനെ ഉറപ്പുവരുത്തുക? കാലാകാലങ്ങളായിട്ട് ജാതി വ്യവസ്ഥയുടെ ഭാഗമായിട്ട് അവർക്ക് നീതി കിട്ടിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എങ്കിൽ അവർക്ക് ലീഗൽ സപ്പോർട്ട് കൊടുക്കണ്ടേ? കറക്റ്റ്. അവര് താഴെയാണെന്നും ബാക്കിയുള്ളവർ മുകളിലാണെന്നുള്ള കാര്യമില്ലേ, അതിനെ മാറ്റി അവർക്ക് ബാലൻസ് കൊടുക്കണ്ടേ? അവരും മനുഷ്യരാണ്, അവർക്ക് ചെയ്തെന്താ ശരിയാണ്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എത്തിക്സ് പഠിപ്പിക്കണ്ടേ? ഓക്കെ, ഒരു ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണ്ടേ? ഫെയർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അത് കൊടുക്കണ്ടേ? അതിലൂടെ അവരുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തണ്ടേ? അതിന്റെ പേരാണ് ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റി. മനസ്സിലായോ? ഓക്കെ, അത് പറയാൻ വേണ്ടിയിട്ട് കോത്താരി കമ്മീഷൻ യൂസ് ചെയ്ത വാക്കാണ് എഡ്യൂക്കേഷൻ മാർജിനൽ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതൊരു ചാരിറ്റി അല്ല. അതെന്താ, ഒരു വൈറ്റൽ ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാ? സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റീസിനെ മാറ്റാൻ വേണ്ടിയിട്ട്, നാഷണൽ ഇന്റഗ്രേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്രയും വലിയ വാചകത്തെ ചുരുക്കി NEP 1968 ഇങ്ങനെ എഴുതി, ഈക്വലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി. ഇത്രയും കാര്യം മനസ്സിലായോ? ഡണ്ണല്ലേ? ഡണ്ണാണല്ലോ. അതെ. എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്? എങ്ങനെയാണ് കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി
SC ST പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രശ്നം ഹിസ്റ്റോറിക് ഐസൊലേഷൻ ആയിരിക്കും. അതായത് പണ്ട് തൊട്ടേ അവർ താഴ്ന്ന ജാതിക്കാരാണെന്ന് പറഞ്ഞ കാര്യമായിരിക്കും. അൺടച്ചബിലിറ്റി, തൊടാൻ പറ്റില്ല പറഞ്ഞ ഇഷ്യൂ ആയിരിക്കും. അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ സെഗ്രിഗേഷൻ. ഓക്കെ, ജോഗ്രഫിക്കൽ സെഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ST എന്ന് പറയുന്ന വിഭാഗം ഏതെങ്കിലും കാട്ടിന്റെയും മേട്ടിന്റെയും ഉള്ളിലായിരിക്കും ഉണ്ടാവുക. അവരെ നമ്മൾ കൊണ്ടുവരണ്ടേ? ഓക്കെ, അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ സോഷ്യോ എക്കണോമിക് ലെവലിംഗ് കൊണ്ടുവരണം. സോഷ്യോ എക്കണോമിക് ലെവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ SC ST നമ്മുടെ മറ്റു സൊസൈറ്റിയിലെ ആളുകളെ പോലെ, ബാക്കിയുള്ള സൊസൈറ്റിയെ പോലെ ആളുകളെ ആക്കണം. അങ്ങനെ ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ? നാഷണൽ ഇന്റഗ്രേഷൻ വരുള്ളൂ. നാഷണൽ ഇന്റഗ്രേഷൻ, രാജ്യത്തെ ഒരുമിച്ച് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ STനെയും ഉൾപ്പെടുത്തണം. അവർ കാട്ടിലാണോ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തത്? അവർ എഡ്യൂക്കേഷൻ മാറ്റി നിർത്തരുത് എന്നതായിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1968 പ്രധാനപ്പെട്ട എന്താ കൺസെപ്റ്റ് ഫ്രെയിംവർക്ക്. ഓക്കെ, അതിനു വേണ്ടിയിട്ട് റീജിയണൽ ഡിസ്പാരിറ്റി മാറ്റണം. അവർ കാട്ടിലാണോ സ്കൂൾ കാട്ടിൽ വെക്കുക, അവര് മലയുടെ മുകളിലാണോ സ്കൂൾ മലയുടെ മുകളിൽ വെക്കുക, അവർ ഗ്രാമത്താണോ സ്കൂൾ ഗ്രാമത്ത് വെക്കുക. ഓക്കെ അല്ലെ? എങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ജോഗ്രഫീസ് ടാർഗറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? STക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഡൺ അല്ലേ? ഡൺ ആണല്ലോ? എങ്കിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റിന് വേണ്ടി എന്ത് ചെയ്തു എന്നാണ്. എന്നിട്ട് നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബിന് വേണ്ടി പഠിക്കുന്നത്. അതെന്താ അങ്ങനെ? ഷെഡ്യൂൾഡ് കാസ്റ്റിന് സെപ്പറേറ്റ് പ്ലാനിങ്, ഷെഡ്യൂൾഡ് ട്രൈബിന് സെപ്പറേറ്റ് പ്ലാനിങ്. ഷെഡ്യൂൾഡ് കാസ്റ്റിന്റെ പ്ലാനിങ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ അല്ലെ? എന്റെ കൂടെ പറഞ്ഞോ, കേട്ട് മതിയായിട്ടുണ്ടാവും. ദ കോമൺ സ്കൂൾ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താ? ജാതി, മതം, ലിംഗഭേദം, ജന്മസ്ഥലം, സാമ്പത്തികം എന്നതിന്റെ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും സഹോദരത്തോടെ പഠിക്കുന്ന എന്താ? ഒരു സഹോദര സ്ഥാപനമായിട്ട് എന്തിനു മാറ്റുക? സ്കൂൾ സിസ്റ്റം മാറ്റുക. അപ്പൊ SC എന്ത് ചെയ്യുക? ഉള്ളിലോട്ട് കയറ്റുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾ 45 കറക്റ്റ് അല്ലേ? ഫ്രീ ആൻഡ് കമ്പൽസറി എലമെന്ററി എഡ്യൂക്കേഷൻ കൊടുക്കുക. അതിനുവേണ്ടി അവർക്ക് എന്ത് ചെയ്യണം? ഇൻസെന്റീവ് കൊടുക്കണം. ഇൻസെന്റീവ് കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ട്യൂഷൻ ഫീസിൽ എന്ത് കൊടുക്കുക? വേവേഴ്സ്, അതായത് ഫീസ് അടയ്ക്കണ്ട. അടുത്തത് ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യുക? ഫ്രീ ആയിട്ട് കൊടുക്കുക. ഹോസ്റ്റൽ ഫെസിലിറ്റീസ് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടാ? ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി എന്ത് വേണം? പൈസ വേണം. നിങ്ങൾ തന്നെ പറഞ്ഞോ, പൈസ ഉണ്ടാ? ഇല്ല. നമ്മൾ പ്ലാൻ ചെയ്ത് നടക്കുവോ? ഇല്ല. നിങ്ങൾ പഠിച്ചില്ലേ? ഓക്കെ, എന്താണെങ്കിലും സൊല്യൂഷൻ എന്താ? സെയിം ആണ്. എന്താണെങ്കിലും അത് നടക്കാതിരിക്കുന്ന കാരണം എന്താ? സെയിം ആണ്. ചോദ്യം എന്തായിക്കോട്ടെ, ഉത്തരം എന്താ? സെയിം. ഡൺ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ഷെഡ്യൂൾ ട്രൈബിന് എന്താണ് ചെയ്യുക? ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറഞ്ഞാൽ എന്താ? കാട്ടിലോ മേട്ടിലോ ഇരിക്കുന്ന ആളുകളാണ്. ഇനി എന്റെ ചോദ്യം, അവരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ മലയാളം സംസാരിച്ച് നോക്ക്. ഓക്കെ, നിങ്ങൾ വയനാട്ടിലോ അല്ലെങ്കിൽ നമ്മളെ പാലക്കാട് ഒക്കെ എവിടെ എന്ത് ചെയ്യുക? അട്ടപ്പാട്ടിലൊക്കെ പോവുക. അവിടെ പോയിട്ട് അവിടെ ഷെഡ്യൂൾ ട്രൈബ്സ് ഉണ്ടാവും. അവരുടെ അടുത്ത് പോയിട്ട് എന്ത് ചെയ്യുക? മലയാളം സംസാരിക്കുക. പ്രോപ്പർ ആയ ഷെഡ്യൂൾ ട്രൈബിന്റെ അടുത്ത് അവർക്ക് മനസ്സിലാവില്ല. അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാവില്ല. കറക്റ്റ് അല്ലേ? എങ്കിൽ ഒന്ന് നമ്മൾ മലയുടെ പുറത്തോ അല്ലെങ്കിൽ എന്താ ട്രൈബൽ പോക്കറ്റ്സിലോ കാട്ടിലോ സ്കൂൾ തുടങ്ങിയാൽ മാത്രം പോരാ. ഓക്കെ, അവർക്ക് ഏത് ഭാഷയിലാണ് പഠിക്കേണ്ടത്? ലോക്കൽ ട്രൈബ് ഡയലക്ട്സ്. ഓക്കെ, അവർ ഏത് ഭാഷയിലാണ് പഠിക്കേണ്ടത് നോക്കണം. അവർക്ക് മദർ ടങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം അല്ലെങ്കിൽ തമിഴ് അങ്ങനെയല്ല. അവര് സംസാരിക്കുന്ന ഭാഷ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയെങ്കിൽ അവർക്ക് സ്കൂളിൽ വരാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി ആശ്രം സ്കൂൾസ് ഉണ്ടാക്കണം. റെസിഡൻഷ്യൽ സ്കൂൾസ് എന്ന് വെച്ചാൽ എന്താ? പണ്ട് നമ്മൾ ഗുരുകുലത്തിൽ പോയിട്ടല്ല പഠിക്കുക, ഗുരുവിന്റെ വീട്ടിൽ നിന്നിട്ടല്ല പഠിക്കുക. അതേപോലെ എന്ത് ചെയ്യണം? ആശ്രം സ്കൂൾസ് ഉണ്ടാക്കണം. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് ST കമ്മ്യൂണിറ്റിക്കിടയിൽ എന്ത് കിട്ടുള്ളൂ? എന്താ പറയാ? എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഡെയിലി അവർ കാട്ടുന്ന വരുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ ആണോ? ഡൺ അല്ലേ? ഓക്കെ, എങ്കിൽ എന്താണ് പ്രശ്നം? നിങ്ങൾ തന്നെ പറഞ്ഞോ, കയ്യിൽ പൈസ ഉണ്ടാ? ഇല്ല. 6% നമുക്ക് എന്ത് ചെയ്തിട്ടില്ല? കിട്ടിയിട്ടില്ല. ഇനി അടുത്ത പ്രശ്നം, ലാക്ക് ഓഫ് ലെജിസ്ലേറ്റീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ടീത്ത് എന്ന് വെച്ചാൽ എന്താ? 1968 പോളിസി വരുമ്പോ ഇത് എവിടെയായിരുന്നു? സ്റ്റേറ്റ് ലിസ്റ്റിലായിരുന്നു. എപ്പോഴാണ് ഇത് വന്നത് കൺകറന്റ് ലിസ്റ്റിലേക്ക്? 1978. അപ്പൊ ഈ എന്താ പറയാ, ഇംപ്ലിമെന്റേഷൻ എന്തായിരുന്നു? വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ ഇനി വരാൻ പോകുന്ന പോളിസികളാണ് എന്ത് ചെയ്യുക? ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ബെറ്റർ ആക്കുക. ക്ലിയർ അല്ലേ? ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്. ഈ SC STക്ക് എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഒരുപാട് പേര് എന്ത് ചെയ്യും? സ്കൂൾ വിട്ട് പോകാനുള്ള പ്രശ്നമുണ്ട്. ആബ്സെൻസ് ഓഫ് സെൻസിറ്റൈസേഷൻ, അതായത് ടീച്ചറെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ആ ടീച്ചറുടെ അടുത്ത് പോയിട്ട് ഇവർ SC ആണ് ST ആണ് ഇങ്ങനെ തന്നെ ഉണ്ടാവെന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും? പഠിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് ഇവരുടെ മനോഹരമായ ആചാരങ്ങൾ ചിലപ്പോൾ അറിഞ്ഞൊന്നും വരില്ല. അല്ലെങ്കിൽ ടീച്ചർ ചിലപ്പോൾ റേസിസ്റ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ? അവർക്ക് ഈ SC കാണുന്ന ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ള ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. കറക്റ്റ്. ഓക്കെ, അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ശ്രദ്ധിച്ചില്ല, തെറ്റ് പറ്റാത്തതായിട്ട് ആരുമില്ല നമുക്ക്. തെറ്റ് നമ്മൾ എന്ത് ചെയ്യും? തിരുത്തും.
എപ്പോ 1986-ലും 2020-ലും. കറക്റ്റ്. അപ്പൊ നമുക്ക് തെറ്റിതിരുത്താം. സ്ട്രക്ചറൽ ഇവല്യൂഷൻ 1968 മുതൽ ബാക്കിയുള്ള പോളിസിയിൽ. അപ്പൊ ആദ്യത്തെ പ്രശ്നം അഡ്മിനിസ്ട്രേറ്റീവ് പ്രയോറിറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ എന്താ? 1968 അപ്രോച്ചിൽ SC ST എല്ലാവരും ആണെങ്കിലും അവരെ ബാക്ക്വേർഡ് ക്ലാസസ് എന്നൊരു വാക്ക് യൂസിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് വന്നിട്ടുള്ള 1986-ലെയും 2020-ലെയും പോളിസി അവരെന്ത് പറഞ്ഞു? സ്പെസിഫിക് ആയിട്ട് SC എന്ന് വെച്ചാൽ ഏതൊക്കെ വിഭാഗം, ST എന്ന് വെച്ചാൽ ഏതൊക്കെ വിഭാഗം, ഇവരെ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ് ഇൻഡിപെൻഡന്റ് ആയിട്ട് സെപ്പറേറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടാക്കി ക്ലിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഫോക്കസ് ഉണ്ടാക്കി. തെറ്റുപറ്റി തിരുത്തി. ഓക്കെ. രണ്ടാമത്തെ പരിപാടി ഫണ്ടിങ് സ്ട്രക്ചർ. ഓക്കെ. ജനറൽ അലോക്കേഷൻ ആണ്, അതായത് ഇത്ര പൈസ കൊടുക്കുക അങ്ങനെ ഉണ്ടായിരുന്നത്. പക്ഷെ 1980-ലും 2020-ലും പറഞ്ഞു അങ്ങനെ ചെയ്താൽ പോരാ. അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് വെക്കുക, എന്നിട്ട് ടാർഗറ്റഡ് ആയിട്ട് എന്തിനാണോ ആവശ്യമുള്ളത് അതേപോലെ മൈക്രോ ടാർഗറ്റഡ് എന്ത് ചെയ്യുക? പൈസ കൊടുക്കുക. ഹോസ്റ്റലിനാണോ, ഹോസ്റ്റലിന് സെപ്പറേറ്റ് ആയിട്ട് ഇത്ര പൈസ അലോക്കേറ്റ് ചെയ്യാം. ഓക്കെ. അല്ല ട്രാവലിംഗ് ഫെസിലിറ്റി ആണോ, അതിന് അങ്ങനെ പൈസ അലോക്കേറ്റ് ചെയ്യാം. NEP 1968 പറഞ്ഞാൽ എല്ലാത്തിനും കൂടി എന്ത് ചെയ്യുക? ഒരു പൈസ അങ്ങനെ കൊടുത്തൊരു കാര്യമില്ലല്ലോ. ഇല്ല. മൈക്രോ ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അവിടെ രണ്ട് കാര്യം എഴുതിയിട്ടുണ്ട്. ഒന്ന് ജെൻഡർ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ സോൺസ് എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും എപ്പോ ചെയ്തു? NEP 2020 ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കുന്നതായിരിക്കും. കറക്റ്റ്. ലാംഗ്വേജ് പോളിസി. ഓക്കെ. 1968 പറഞ്ഞത് അവരുടെ അതേ ഭാഷ എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. ട്രൈബൽ ഡയലക്ട്സ് എന്ത് ചെയ്യുക? പഠിപ്പിക്കുക. പക്ഷെ 1986 2020 ആയപ്പോൾ അവരെന്ത് പറഞ്ഞു? അവരുടെ ഭാഷ മാത്രം പഠിച്ചാൽ പോരാ, നമുക്ക് 5ാം ക്ലാസ് വരെ ഓക്കെ അവരുടെ ഭാഷയും പഠിപ്പിക്കാം, എന്ത് ചെയ്യാം, നമ്മുടെ എന്താ മലയാളവും അതായത് ലോക്കൽ ലാംഗ്വേജും പഠിപ്പിക്കാം, പറ്റുമെങ്കിൽ ഇംഗ്ലീഷും പഠിപ്പിക്കാം എന്ന രീതിയിൽ എന്ത് ചെയ്തു? മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. ഓക്കെ അല്ല. ഇതിനു വേണ്ടിയിട്ട് ഒരു നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് NCF ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചു വരുന്ന എന്താ പറയാ പോളിസികളിൽ. ക്ലിയർ. തെറ്റുപറ്റി തിരുത്തി. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. അപ്പൊ നമ്മൾ 1968-ന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ വൃത്തിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. ഓക്കെ. നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? ഒന്ന്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ അർബൻ റൂറൽ ഡിവൈഡ് എന്താണ്, ഓക്കെ, അതിനെങ്ങനെ സോൾവ് ചെയ്യാം. രണ്ടാമത്തെ, വുമന്റെ കാര്യത്തിൽ എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഫോം ചെയ്തത്, അതിനുവേണ്ടിയൊക്കെ ആദ്യത്തെ കമ്മിറ്റി എന്തൊക്കെ റിപ്പോർട്ട് പറഞ്ഞു. NEP-യിൽ 1968-ലും ഇനി വരാൻ പോകുന്ന 1986-ലും 2020-ലും വുമൺ എഡ്യൂക്കേഷനിൽ എന്തൊക്കെയാ മാറ്റങ്ങൾ ഉണ്ടായത്, തെറ്റുപറ്റി എന്തൊക്കെ തിരുത്തി. SC എന്താണ്, ST എന്താണ്, SCക്ക് എങ്ങനെയാ പ്ലാൻ ചെയ്യുക, STക്ക് എങ്ങനെയാ പ്ലാൻ ചെയ്യുക. ഓക്കെ. രണ്ടുപേർക്കുള്ള പ്ലാനിങ്ങിൽ എന്താണ് ഡിഫറൻസ്, രണ്ടുപേർക്കുള്ള പ്ലാനിങ് 1968-ൽ എങ്ങനെയായിരുന്നു, 1986-ലും 2020-ലും എങ്ങനെയായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലെ. അപ്പോൾ നമ്മുടെ ടെലഗ്രാം ചാനൽ @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി കോമൺ ടെലഗ്രാം ചാനൽ, അത് ഡിഗ്രിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. @കിരൺ PSC സ്റ്റഡി സർക്കിൾ. ഓക്കെ. യൂട്യൂബ് ചാനൽ കിരൺ സ്റ്റഡി സർക്കിൾ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഡണ്ണല്ലേ. അപ്പോ ഇതിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അത് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. ഡണ്ണല്ലേ. നന്നായിട്ട് പഠിക്കുക. ഓക്കെ.